Hi all, welcome to RM classes. This is your faculty, CR and Alex here. First of all, welcome to CMA Inter. നിങ്ങളുടെ ഹാർഡ് വർക്കിനൊക്കെ ശേഷം ഫൈനലി CMA Inter വരെ എത്തിയിട്ടുണ്ട്. ഇനി അടുത്ത CMA ഫൈനലാണ്. അതിന് ഇതൊരു കടമ്പ കൂടിയുണ്ട്. നിങ്ങളെ ഞാൻ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്ന പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ആണ്. ഇത്രയും കാലം പഠിപ്പിച്ചതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ആദ്യമേ പിള്ളേരോടൊക്കെ ചോദിച്ചു കഴിയുമ്പോഴത്തേക്ക് അവർ പറയാറുള്ളത് ഈ പേപ്പർ അവർക്ക് പാടാണ്. കാരണം അവർ ബേസിക്സ് ചിലപ്പം നന്നായിട്ടല്ല പഠിച്ചേക്കുന്നത്. നിങ്ങൾ അങ്ങനെ ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന സ്റ്റുഡന്റ് ആണെങ്കിലോ അല്ലെങ്കിൽ ബേസ് അത്രയും സ്ട്രോങ് അല്ലാത്ത സ്റ്റുഡന്റ് ആണെങ്കിലോ പേടിക്കേണ്ട. ഞാനും അങ്ങനെ തന്നെ ഒരു വ്യക്തിയായിരുന്നു. ഞാൻ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു. എനിക്ക് ഡെബിറ്റും ക്രെഡിറ്റും പോലും അറിയത്തില്ലായിരുന്നു. പക്ഷേ അതിനുശേഷം ഹാർഡ് വർക്ക് ഇട്ടിട്ട് സ്മാർട്ടായിട്ട് മനസ്സിലാക്കി ഇതെങ്ങനെയാ വർക്ക് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ പഠിക്കണം. ഒന്ന് എക്സാം ഓറിയന്റഡ് ആയിട്ട് പഠിക്കണം. രണ്ട് കാര്യങ്ങളും അറിയണം. കാരണം നമ്മൾ ഒരു എക്സാം എഴുതി പാസ്സാവുക എന്ന് മാത്രമല്ല, പാസ്സായതിനു ശേഷം നമുക്ക് പോയി വർക്ക് ചെയ്യാനായിട്ടുണ്ട്. ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ നമുക്ക് പോയി ഓഡിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അവരെ സഹായിക്കാനായിട്ട് പോകേണ്ടി വരും. പ്രിപ്പറേഷൻസിന്റെ കാര്യത്തിനകത്ത് നമുക്ക് കൂടെ നിൽക്കേണ്ടി വരും. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് നല്ല അറിവ് വേണം. അവിടെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ക്വസ്റ്റ്യൻ തരുന്ന പോലെ ആവില്ല നമുക്ക് റിയൽ സൈഡിൽ അല്ലെങ്കിൽ റിയൽ വേൾഡിൽ അല്ലേ? അപ്പോൾ അവിടെ നമ്മൾ വർക്ക് ചെയ്യാൻ കേപ്പബിൾ ആയിരിക്കണം. അപ്പോൾ അതിന് നമ്മുടെ കോൺസെപ്റ്റ്സ് നല്ല സ്ട്രോങ് ആയിരിക്കണം. നമ്മൾ ചെയ്യുന്നതിന് നമുക്ക് വ്യക്തമായ ബോധ്യം വേണം. അല്ലാതെ എന്തോ ഓക്കെ അവിടെ കാണാപ്പാഠം പഠിച്ചു അങ്ങനെ പോയി വന്നു അതേ ക്വസ്റ്റ്യൻ കിട്ടി അങ്ങനെ എളുപ്പമായി അങ്ങനെ ആവരുത്. നമ്മൾ നല്ല കോൺഫിഡന്റ് ആയിരിക്കണം. അപ്പൊ ആ ഒരു കോൺഫിഡൻസ് എനിക്ക് നിങ്ങളിലേക്ക് തരണം എന്നൊരു ആഗ്രഹമുണ്ട്. അപ്പൊ ഇതിനെ ഒരു ടഫ് സബ്ജക്റ്റ് ആയിട്ട് കാണാതെ നമുക്കിത് രണ്ടുപേർക്കും കൂടെ ഒരുമിച്ച് എൻജോയ് ചെയ്ത് പഠിക്കാം. നിങ്ങൾ പഠിക്കാൻ റെഡിയാണോ? നിങ്ങൾ ഹാർഡ് വർക്ക് ഇടാൻ റെഡിയാണോ? നിങ്ങൾ സിൻസിയർ ആയിട്ട് നല്ല രീതിയിൽ കൺസിസ്റ്റന്റ് ആയിട്ട് ഹാർഡ് വർക്ക് ഇടാൻ റെഡിയാണെങ്കിൽ നിങ്ങളെ പഠിപ്പിച്ച് തരാനും നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനായിട്ട് കൂടെ ഞാനുണ്ട്. നിങ്ങൾ പാസ് ആവുന്നവരെ കൂടെ ഞാൻ കാണും. പക്ഷേ എനിക്ക് നിങ്ങളുടെ സൈഡിൽ നിന്ന് വേണ്ട ഒരേ ഒരു കാര്യമാണ് കമ്മിറ്റ്മെന്റ്. ഓണസ്റ്റ് ആയിട്ടുള്ള കമ്മിറ്റ്മെന്റ്. സോ ഐ ഹോപ്പ് യു വിൽ ഗിവ് മീ ദാറ്റ്. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? ലെറ്റ്സ് ആരംഭ്. തുടങ്ങുമ്പോൾ തന്നെ ഒന്ന് പേടിപ്പിച്ചിട്ട് തുടങ്ങാം അല്ലേ? നിങ്ങളുടെ കണ്ടന്റിന്റെ സംഭവമാണിത്. വലിപ്പം നോക്കിക്കഴിഞ്ഞാൽ മക്കളെ ഇഷ്ടം പോലുണ്ട്. ഓക്കെ, ഞാൻ ഇല്ലെന്നൊന്നും പറയുന്നില്ല, എനിക്ക് നുണ പറയാൻ വയ്യ. പക്ഷെ ഇത് പാടാണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എൻ്റെ കൂടെ അല്ലേ പഠിക്കുന്നത്. പഠിച്ചതിന് ശേഷം ആ ചോദ്യം നമുക്ക് ഒന്നുകൂടെ ചോദിച്ചു നോക്കാം. നമുക്ക് ഇതൊരു മലയാണ്. എപ്പം മല കയറും നമുക്കറിയത്തില്ല. പക്ഷേ എവറി ഡേ കുറച്ച് കുറച്ച് എഫേർട്ട് ഇടാം. എന്നിട്ട് നമുക്ക് നോക്കാം ഓവർ ദ പീരിയഡ് ഓഫ് ടൈം ആ മല നമ്മൾ കയറുമില്ല എന്നുള്ളത്. നിങ്ങൾ എൻ്റെ കൂടെ കാണത്തില്ലേ? നമുക്ക് അവിടെ ഫസ്റ്റ് ചാപ്റ്റർ എടുക്കാം. ഫസ്റ്റ് ചാപ്റ്റർ ഏതാ? അക്കൗണ്ടിങ് ഫണ്ടമെന്റൽസ്. റൈറ്റ്? നമുക്ക് അത് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. സോ ഐ വെൽക്കം ഓൾ ഓഫ് യു ടു ദ ഫസ്റ്റ് ചാപ്റ്റർ അക്കൗണ്ടിങ് ഫണ്ടമെന്റൽസ്. നിങ്ങൾ പേനയും പേപ്പറൊക്കെ താഴെ വെക്ക്. നമുക്ക് കുറച്ച് ചർച്ചകൾ നടത്താം. ആദ്യമേ കുറേ തിയറി വായിച്ചിട്ട് അങ്ങനെ എനിക്ക് താല്പര്യമില്ല. ബേസിക്സ് നമുക്ക് ഫസ്റ്റ് സ്ട്രോങ് ആക്കാം. റെഡി? ഓക്കെ. നമുക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുണ്ട്. ഏതൊരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയുടെ ആഗ്രഹം ലാഭം ഉണ്ടാക്കാനായിട്ടാണ്. ആരും നേർച്ചയ്ക്ക് വേണ്ടി ചെയ്യാറില്ല. ഇപ്പം ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാക്കിയ വരവിൽ നിന്ന് എനിക്ക് അതിനുവേണ്ടി ചെലവാക്കേണ്ട വന്ന എൻ്റെ എക്സ്പെൻഡിച്ചേഴ്സ് ഒക്കെ മൈനസ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നതാണ് ലാഭം. ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് അവൻ ഇമ്പോർട്ടൻ്റ് എന്ന് വിചാരിക്കുന്ന ചില കാര്യങ്ങളെ നമുക്ക് പരാമർശിക്കാം. അവൻ എന്തായാലും അവൻ നടത്തിയ അവൻ്റെ എക്സ്പെൻസ് അവൻ അറിയണം. അതേപോലെ അവൻ നേടിയ വരവുകളും അവൻ അറിയണം. സിമിലർലി അവൻ്റെ അസറ്റുകൾ അവൻ അറിയണം. കൂടാതെ അവന് തിരിച്ചു കൊടുക്കാനുള്ള ലയബിലിറ്റീസിന്റെ കണക്കുകളും അവൻ്റെ കാണണം. അപ്പം 4 കാര്യങ്ങളാണ് ഒരു ബിസിനസ് ചെയ്യുന്ന വ്യക്തി അറിഞ്ഞിരിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിൽ നമ്മൾ ഓൾറെഡി ഒരു കാര്യം പറഞ്ഞു. വരവിൽ നിന്ന് ചെലവ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ലാഭം അഥവാ നഷ്ടം അത് നമുക്ക് കണ്ടുപിടിക്കാം. ഈ 2 കണക്കുകൾ നമ്മളിപ്പം ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കാണിക്കാൻ പോകുന്നത്. വരവ് ചെലവ്, സോറി നോട്ട് വരവ് ചെലവ്, അസറ്റ് ലയബിലിറ്റി റിലേറ്റഡ്. ഇതിനെയാണ് നിങ്ങൾ ക്ലാസിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞ് പണ്ട് പഠിക്കാറുള്ളത്. അപ്പം നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, നമ്മളതിന് വലിയൊരു പ്രൊഫഷണലി ക്വാളിഫൈഡ് ആൾക്കാരൊന്നും ആവണ്ട. ഒരു സാധാരണക്കാരൻ്റെ രീതി ചിന്തിക്കുക. നമുക്കായാലും പൈസ തരാണ്ട് അതിൻ്റെ കണക്കുകൾ വേണം. നമ്മൾ ആർക്കെങ്കിലും പൈസ കൊടുക്കാനുണ്ടെങ്കിൽ അതിൻ്റെ കണക്കുകൾ നമ്മുടെ കയ്യിൽ വേണം. പിന്നെ നമ്മുടെ എക്സ്പെൻസുകൾ എത്രമാത്രം ഉണ്ടായിരുന്നു, നമുക്ക് ഇൻകം എത്രമാത്രം വന്നു, അപ്പം നമ്മുടെ ലാഭം എത്രമാത്രം, ഇതൊക്കെ നമ്മളും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇതിനെ വൃത്തിക്ക് എഴുതണം. അതിന് ചില റൂൾസ് ഉണ്ട്. അത് മാത്രമേ ഉള്ളൂ ഈ ലോകം ഓഫ് അക്കൗണ്ടൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് വൃത്തിക്ക് പഠിച്ചാൽ മതി. ഐ വിൽ ഹെൽപ്പ് യു. അപ്പോൾ ഇത് ക്ലിയർ ആണല്ലോ നിങ്ങളുടെ? റൈറ്റ്. അപ്പം നമുക്ക് ഈ ഒരു ഐഡിയോളജിയിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിനെ എങ്ങനെ വൃത്തിക്ക് എഴുതണം എന്ന് നോക്കാം. നിങ്ങൾ നിങ്ങളുടെ +1 +2 കാലഘട്ടത്തിൽ നിങ്ങൾ പഠിച്ചു കാണും. ഒരു ടി ഷേപ്പ് ഫോമാറ്റിൽ ലെഡ്ജർ എന്ന പേരുള്ള കുറച്ച് സാധനങ്ങൾ.
ഇവിടെയാണ് നിങ്ങൾ വരവും ഇവിടെയാണ് നിങ്ങൾ ചെലവും എഴുതിക്കൊണ്ടിരുന്നത്. എന്നിട്ട് ഇതേപോലെ വേറൊരു സാധനം നിങ്ങൾ വരയ്ക്കാറുണ്ടായിരുന്നു, ബാലൻസ് ഷീറ്റ്. അവിടെ നിങ്ങൾ അസറ്റുകളെല്ലാം ഇവിടെയും ലയബിലിറ്റി എല്ലാം ഇവിടെയും ക്യാപിറ്റൽ ഇവിടെ എഴുതും. എന്നിട്ട് നിങ്ങളിങ്ങനെ ടോട്ടൽ എടുത്തിട്ട് ഇത് രണ്ടും ടാലി ആവും എന്നും പറയാറുണ്ട്. എങ്ങനെ, ഐ മീൻ നിങ്ങൾക്ക് തന്നെ അറിയാലോ, ടാലി ആവാന്ന് പറയുന്നത് വലിയ അത്ഭുതമായിട്ടാണ് നിങ്ങൾ കാണുന്നത്. പക്ഷേ നമ്മൾ ഈ കോഴ്സ് പഠിച്ച് തീർക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഇനീഷ്യലി അതെല്ലാം കാണിച്ചു തരാം. അതായത് അത് ടാലി ആയേ പറ്റൂ, അതങ്ങനെയാണ്. ഇപ്പം നമുക്കതൊക്കെ നോക്കാം, പേടിക്കണ്ട. ഞാൻ ചുമ്മാ ഒരു ഐഡിയ ആദ്യമേ ഡെവലപ്പ് ചെയ്യുക. ഈവൻ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള സ്റ്റുഡൻസ് ആണെങ്കിലും ചുമ്മാ കേട്ടിരിക്കുക, ജസ്റ്റ് ഫോർ ദ ഫൺ ഓഫ് ഇറ്റ്. സോ പി ആൻഡ് എൽ അക്കൗണ്ട്, അതിൽ നിന്ന് ഇൻകവും എക്സ്പെൻസ്, നമ്മൾ മുകളിൽ എഴുതിയ ഇൻകോ എക്സ്പെൻസ് നമ്മൾ പി ആൻഡ് എല്ലിൽ കാണിക്കുന്നു. അതിനുശേഷം അസറ്റ് ലയബിലിറ്റിയുടെ കണക്കുകളെല്ലാം നമ്മൾ ബാലൻസ് ഷീറ്റ് കാണിക്കുന്നു. ഓക്കെ, ഇതൊക്കെ കാണിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊക്കെ നമ്മളവിടെ എഴുതി വെക്കും, ടോട്ടൽ ഫിഗേഴ്സ് നമ്മൾ എഴുതി വെക്കും. അപ്പം ഞാൻ കുറച്ച് വാക്കുകൾ നിങ്ങളെ പരിചയപ്പെടുത്താം. അതിൽ ആദ്യത്തെ സാധനമാണ് ജേണൽ. അതിനുശേഷമുള്ള വാക്കാണ് ലെഡ്ജർ. അതിനുശേഷമുള്ള വാക്കാണ് ട്രയൽ ബാലൻസ്. അതിനുശേഷം പി ആൻഡ് എൽ. അതിനുശേഷം ബാലൻസ് ഷീറ്റ്. നിങ്ങൾ ഇപ്പോൾ കണ്ടേക്കുന്ന സാധനം പി ആൻഡ് എല്ലും ബാലൻസ് ഷീറ്റും, ശരിയല്ലേ? നിങ്ങളെ പറ്റി ഞാൻ ജേണലിനെ പറ്റി മിണ്ടിയിട്ടില്ല, ലെഡ്ജറിനെ പറ്റിയും മിണ്ടിയിട്ടില്ല. നമുക്കതും പതുക്കെ പതുക്കെ പഠിച്ചു തുടങ്ങാം. അപ്പം നിങ്ങൾ എൻ്റെ നോട്ട്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ആദ്യമേ എഴുതിയത് നമ്മളിപ്പോൾ ചർച്ച ചെയ്ത പോയിന്റ് തന്നെയാണ്. ദ സോൾ പർപ്പസ് ഓഫ് ക്യാരിങ് ഔട്ട് എ ബിസിനസ്, ഒരു ബിസിനസ്സിൻ്റെ മെയിൻ ആഗ്രഹം തന്നെ ടു ഏൺ പ്രോഫിറ്റ്സ് ആൻഡ് ടു മാക്സിമൈസ് വെൽത്ത്. അവൻ്റെ ബിസിനസ് എങ്ങനെ നന്നായിട്ട് പോകുന്നുണ്ടോ എന്ന് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ ട്രാക്ക് ചെയ്യും അവൻ്റെ വരവ്, അവൻ്റെ ചെലവ്. അതിൽ നിന്ന് അവന് ലാഭനഷ്ടം കണ്ടുപിടിക്കാൻ പറ്റും. ആൻഡ് ഓൾസോ നമ്മൾ ട്രാക്ക് ചെയ്യും നമ്മുടെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. കുറച്ച് അക്കൗണ്ടിങ് കൺസെപ്റ്റുകളൊക്കെ ഉണ്ട്, അതെല്ലാം ഞാൻ പഠിപ്പിച്ചു തരാം, പ്രശ്നമുള്ള കേസ് അതല്ല. അക്കൗണ്ടിങ് കൺവെൻഷൻസ് വരുന്നുണ്ട്, ദെൻ ക്യാപിറ്റൽ റവന്യൂ ട്രാൻസാക്ഷൻസ്, പിന്നെ ക്യാപിറ്റൽ റവന്യൂ പ്രോഫിറ്റ്സ്, ലോസുകൾ, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം ഇതെല്ലാം വരുന്നുണ്ട്. ഡബിൾ എൻട്രി സിസ്റ്റം, ബേസിസ് ഓഫ്, ഇതൊക്കെ നമുക്ക് വരും. നമുക്ക് ബേസിക്കലി ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് പുറകിലേക്ക് പോയിട്ട് ബാക്കി കാര്യങ്ങൾ പഠിക്കുന്നതാണ് ഏറ്റവും ഉചിതം എന്നെ സംബന്ധിച്ച്. തിരിച്ചും പഠിക്കാം കേട്ടോ. നമുക്ക് ഇങ്ങനെ പഠിച്ചു നോക്കാം. നമുക്ക് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞ സാധനത്തിനെ പറ്റി സംസാരിക്കാം. അക്കൗണ്ട്സിനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്, പേഴ്സണലും ഇംപേഴ്സണലും. ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ ഇവിടുന്ന് തന്നെ പഠിച്ചു പോയിക്കോ. നേരത്തെ കേട്ടവരാണെങ്കിൽ നിങ്ങളും ഇവിടുന്ന് തന്നെ കേട്ടു വെക്കോ. എല്ലാം അറിയാം എന്നൊരു തോന്നൽ വേണ്ട. നമുക്ക് സീറോ എനിക്കും അറിയത്തില്ല, നിങ്ങൾക്കും അറിയത്തില്ല, നമ്മൾ സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അക്കൗണ്ട്സ് രണ്ട് ടൈപ്പ് ഉണ്ട് മക്കളെ. ഏതൊക്കെയാണ്? പേഴ്സണലും ഉണ്ട്, ഇംപേഴ്സണലും ഉണ്ട്. പേഴ്സണൽ അക്കൗണ്ട്സിനകത്ത് നാച്ചുറൽ ആയിട്ടുള്ള അക്കൗണ്ട്സുകളെ പറ്റി പറയുന്നുണ്ട് ഇവർ, ആർട്ടിഫിഷ്യൽ ടൈപ്പ് ഓഫ്, ലീഗൽ ടൈപ്പ് ഓഫ്, പിന്നെ റെപ്രസെൻറ്റേറ്റീവ് നേച്ചർ ആയിട്ടുള്ളതിനെ പറ്റി പറയുന്നുണ്ട്. ഇംപേഴ്സണലായിട്ട് വന്നു കഴിഞ്ഞാൽ റിയൽ അക്കൗണ്ട്സിനെ പറ്റി പറയുന്നുണ്ട്, നോമിനൽ അക്കൗണ്ട്സിനെ പറ്റിയും പറയുന്നുണ്ട്. നമുക്ക് ബേസിക്കലി ഇപ്പം നടത്തിയ ചർച്ച പ്രകാരമാണെങ്കിൽ ഇതെന്താന്ന് പോലും നമുക്കൊരു ഐഡിയ ഇല്ല, ശരിയല്ലേ? എന്തൊക്കെയോ കുറേ സാധനങ്ങൾ നമുക്ക് ചുമ്മാ ഒന്ന് ഫെമിലിയർ ആയി വരാം ഈ പറയുന്ന ടേംസുമായിട്ട്. സോ രണ്ട് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ പേഴ്സണലും ഉണ്ട്, ഇംപേഴ്സണലും ഉണ്ട്. പേഴ്സണലിനകത്ത് മൂന്ന് സാധനങ്ങളാണ്, നാച്ചുറൽ ഉണ്ട്, ആർട്ടിഫിഷ്യൽ ഉണ്ട്, റെപ്രസെൻറ്റേറ്റീവ് ഉണ്ട്. ഇംപേഴ്സണൽ ആയിട്ട് ഏതൊക്കെയുണ്ട്? രണ്ട് സാധനങ്ങളാണ്, റിയലും ഉണ്ട്, നോമിനലും ഉണ്ട്. ഇനി നമുക്ക് ഓരോന്ന് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. അക്കൗണ്ട്സുകൾ നാച്ചുറൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് റിലേറ്റ്സ് ടു എ ട്രാൻസാക്ഷൻ ഓഫ് ഹ്യൂമൻ ബീങ്സ് ലൈക്ക് രാം, റീത, അതായത് ഇത്രയും അവർ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ അക്കൗണ്ടൻസിയിൽ എന്താ ചെയ്യുന്നത് അത് ആദ്യമേ പറയാം. നമ്മൾ കണക്കുകൾ ഉണ്ടാക്കാൻ പോവാം. കണക്കുകൾ എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ മേടിച്ചു, ഞാൻ വിറ്റു, ഞാൻ പൈസ കൊടുക്കാനുണ്ട്, എനിക്ക് പൈസ കിട്ടാനായിട്ടുണ്ട്, ഇതിനൊക്കെയല്ല കണക്കെന്ന് വിചാരിക്കും. അപ്പൊ ആദ്യം ഒരു സംഭവം നടക്കണം, ഒരു കഥ നടക്കണം, ഒരു ട്രാൻസാക്ഷൻ നടക്കണം. ആ ട്രാൻസാക്ഷനെ നമ്മൾ പേനയും കൊണ്ട് എഴുതും, ഇന്ന സംഭവം ഇന്ന ദിവസം നടന്നു. അതാണ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഐഡന്റിഫൈങ് ദ ട്രാൻസാക്ഷൻസ്, ദെൻ യു ആർ റെക്കോർഡിംഗ് ദ ട്രാൻസാക്ഷൻസ്. ഇതിപ്പോൾ അവർ പറഞ്ഞില്ലെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യാൻ പോകുന്നത്. ഒരു ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടെന്ന് വെരിഫൈ ചെയ്യും, ഉണ്ടെങ്കിൽ അത് എഴുതി വെക്കും. മറന്നു പോകും, നമ്മൾ മനുഷ്യരല്ലേ, നമുക്ക് മറവി. നിങ്ങൾക്ക് തന്നെ അറിയാലോ പഠിത്തത്തെ പറ്റിയിട്ട്, നമ്മൾ എത്ര പഠിച്ചാലും ഏറ്റവും കൂടുതൽ നമ്മൾ പറയുന്ന വാക്ക് തന്നെ നമ്മൾ മറന്നു പോയെന്നുള്ളൂ. ശരി, അതിനുശേഷം നമ്മൾ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് കുറേ വരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് പതുക്കെ പതുക്കെ പഠിക്കാം. ഇതിവർ എഴുതിയില്ലെങ്കിൽ ഇങ്ങനെ തന്നെ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പിടികിട്ടും. അപ്പം ഞാൻ പറഞ്ഞ പോലെ നമ്മളിവിടെ എത്തി. നാച്ചുറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യർ, സാധാരണ ഹ്യൂമൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ. ഞാൻ രാമിൻ്റെ നിന്ന് കടമെടുത്തു, അല്ലെങ്കിൽ ഞാൻ രാമിന് സാധനം വിറ്റു, രാം എനിക്ക് പൈസ തരാനായിട്ടുണ്ട്, തുടങ്ങിയതല്ല. ഒരു മനുഷ്യൻ ഇൻവോൾവ് അല്ലേ? മനുഷ്യൻ ഇൻവോൾവ് ആവുന്ന തന്നെയാണ് നാച്ചുറൽ എന്ന് വിളിക്കുന്നത്. ഇനി ഞാൻ സാധനം വിറ്റു, ഞാൻ വിറ്റത് രാമിനല്ല, രാമിനൊരു കമ്പനി ഉണ്ട്, ABC ലിമിറ്റഡ്. കമ്പനിക്കാണ് ഞാൻ വിറ്റത്, രാമിനല്ല. അപ്പൊ അങ്ങനത്തെ ഉള്ള ആൾക്കാരെയാണ് ആർട്ടിഫിഷ്യൽ അഥവാ ലീഗൽ എന്ന് പറയുന്നത് വിളിക്കുന്നത്. കാരണം അവർ ജീവനുള്ള ആൾക്കാരല്ല. കമ്പനിക്ക് ജീവനുണ്ടോ? ഇല്ല. പക്ഷെ അവർ ആർട്ടിഫിഷ്യലാണ്.
സോ ഫോർ ബിസിനസ് പർപ്പസസ് ബിസിനസ് എൻറ്റിറ്റീസ് ആർ ട്രീറ്റഡ് ടു ബി എ സെപ്പറേറ്റ് എൻറ്റിറ്റി. അപ്പം നമ്മുടെ ഗവൺമെന്റ് കമ്പനീസ്, പ്രൈവറ്റ് ലിമിറ്റഡ് എല്ലാം ഉണ്ട്. ആ ടൈപ്പ് ഓഫ്, അതായത് മനുഷ്യരല്ലാത്തത്, അവരുമായിട്ട് നമുക്ക് ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അവരെ നമ്മൾ ആർട്ടിഫിഷ്യൽ അക്കൗണ്ട് എന്ന് പറഞ്ഞ് വിളിക്കും. 3 റെപ്രസെന്റേറ്റീവ്. അതായത് ഇപ്പം നിങ്ങൾക്ക് സാലറി കൊടുക്കണം, കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പറയും ഔട്ട്സ്റ്റാൻഡിങ് നമുക്ക് കൊടുക്കാനുണ്ടെന്ന് പറയും. ഒരാൾക്ക് മാത്രമല്ല, പല ആൾക്കാർക്ക് കൊടുക്കണം. ആ പല ആൾക്കാർക്ക് കൊടുക്കാനുള്ള സാലറി ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞ അക്കൗണ്ടിനെ വിളിക്കുന്ന പേരാണ് റെപ്രസെന്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട്സ്. ദീസ് ആർ നോട്ട് ഇൻ ദ നെയിം ഓഫ് എനി പേഴ്സൺ ഓർ ഓർഗനൈസേഷൻ, പക്ഷേ ദേ ആർ റെപ്രസെന്റഡ് ആസ് പേഴ്സണൽ അക്കൗണ്ട്സ്. അതായത് ഔട്ട്സ്റ്റാൻഡിങ് ലയബിലിറ്റി, ഞാനിപ്പോൾ പറഞ്ഞ എക്സാമ്പിൾ, കുറെ ആൾക്കാർക്ക് കൊടുക്കാനുള്ള ഔട്ട്സ്റ്റാൻഡിങ് ലയബിലിറ്റി ആണ്. അത് കുറെ ആൾക്കാർക്ക് കൊടുക്കാനുള്ളതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു അക്കൗണ്ടാണ്. അതിനെയാണ് റെപ്രസെന്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട്സ് എന്ന് വിളിക്കുന്നത്. അടുത്ത ക്ലാസിഫിക്കേഷൻ റിയൽ അക്കൗണ്ട്സ്. ആ പേര് തന്നെയുണ്ട്, റിയൽ അക്കൗണ്ട്സ്. അക്കൗണ്ട്സ് വിച്ച് റിലേറ്റ് ടു അസറ്റ്സ് ഓഫ് ദ ഫേം. റിയൽ ആയിട്ടുള്ള നമ്മുടെ ലാൻഡ്, ബിൽഡിങ്, ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങിയ കാര്യങ്ങൾ റിയൽ ആണ് സാധനങ്ങൾ. അപ്പൊ എന്താണ് ഈ നോമിനൽ? നോമിനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പെൻസുകൾ, നമ്മൾ ആദ്യം പറഞ്ഞ എക്സ്പെൻസുകൾ, നമ്മുടെ ലോസുകൾ, പിന്നെ ഗെയിൻസ്, റവന്യൂ, ഈ പറയുന്ന സാധനങ്ങളൊക്കെയാണ് നമ്മുടെ നോമിനൽ അക്കൗണ്ട്സിനകത്ത് വരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കേട്ടതാണ്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ പറയാം. അക്കൗണ്ട്സ് 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? പേഴ്സണലുണ്ട്, ഇംപേഴ്സണൽ ഉണ്ട്. പേഴ്സണലിനകത്ത് 3 സാധനങ്ങളുണ്ട്. നമുക്ക് നേരെ മനുഷ്യന്മാരായിട്ട് ചെയ്യാൻ പറ്റും, അതല്ലാത്ത ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ആൾക്കാർ ചെയ്യാൻ പറ്റും, പിന്നെ റെപ്രസെന്റേറ്റീവ് ടൈപ്പ് ഓഫ് അക്കൗണ്ട്സുകളുണ്ട്. ഇംപേഴ്സണൽ എന്ന് പറയുമ്പോഴത്തേക്ക് പേഴ്സൺ അല്ല, അവിടെ ഹ്യൂമന്റെ ഇതോ ആ കാര്യങ്ങളൊന്നും അല്ല, സാധനങ്ങളാണ്, റിയൽ ആയിട്ടുള്ള സാധനങ്ങൾ കാണും. നമ്മൾ തൊട്ട് മുന്നേ കണ്ട എക്സാമ്പിൾസ്. ഇനി റിയൽ അല്ലാത്ത എന്നാൽ നമുക്കുള്ള ചെലവുകളും നമുക്കുള്ള വരവുകളും, എക്സ്പെൻസ്, ഇൻകം, ഈ പറയുന്ന സാധനങ്ങൾ, എക്സ്പെൻസ്, ലോസസ്, ഗെയിൻസ്, റവന്യൂ, ഈ പറയുന്ന സാധനങ്ങളാണ് നോമിനൽ അക്കൗണ്ട്സ്. അപ്പൊ നമുക്ക് എന്തൊക്കെ ഒരു ഐഡിയ കിട്ടി. അതായത് എക്സ്പെൻസും ഉണ്ട്, ഇൻകം ഉണ്ട്, ഈ പറയുന്ന അസറ്റ്സിനെ പറ്റി നമ്മൾ പറയുന്നുണ്ട്, ലയബിലിറ്റീസിനെ പറ്റി പറഞ്ഞതുകൊണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ അക്കൗണ്ട്സ് ആയിട്ട് അവർ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ശരി, മുന്നിലേക്ക് നമുക്ക് പോകാം. ഗോൾഡൻ റൂൾസ് ഓഫ് അക്കൗണ്ടിങ്. ഇത് ഞാൻ ആദ്യമേ ശരിക്കും പറഞ്ഞ എൻ്റെ കാലഘട്ടത്തിൽ ഞാൻ പഠിച്ച സമയത്ത് ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആയി പോയ ഒരു വ്യക്തി. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ലെഫ്റ്റും റൈറ്റും അറിയത്തുള്ളൂ. അവർ പുതിയ 2 വാക്കുകൾ ഇറക്കിയിട്ടുണ്ട്. ഡെബിറ്റ്, ക്രെഡിറ്റ്. മര്യാദയ്ക്ക് ലെഫ്റ്റും റൈറ്റ് എന്ന് പറഞ്ഞാൽ മതി. ഇല്ല. പക്ഷെ അവർ ഡെബിറ്റും ക്രെഡിറ്റും തന്നെ ഉണ്ടാക്കും. അത് പറയുന്നു. അപ്പോൾ ലെഫ്റ്റ് സൈഡിനെ വിളിക്കുന്ന പേരാണ് ഡെബിറ്റ്, റൈറ്റ് സൈഡിനെ വിളിക്കുന്ന പേരാണ് ക്രെഡിറ്റ്. മക്കളെ ഇത് ഞാനൊരു എന്നാ പറയണ്ടേ, ഒരു ഫൺ ലവിങ് രീതിയിൽ പഠിപ്പിക്കുന്നേ ഉള്ളൂ കേട്ടോ. വലിയ ഫോമൽ അയക്കാനാണ് ഭയങ്കര ബോറാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നതിൽ ചിലപ്പം ചില പരാമർശങ്ങളോ വാക്കുകളോ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിയെന്നിരിക്കും. ക്ഷമിക്കുക. നമ്മളത് പഠിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. ആ രീതിയിൽ നിങ്ങൾ കണ്ടാൽ മതി കേട്ടോ. ശരി. അപ്പം ഞാൻ തൊട്ട് മുന്നേ വരച്ച ഈ ടി ഷേപ്പ് സാധനം ഇല്ലേ, പി ആൻഡ് എൽ എന്നൊക്കെ പറഞ്ഞ് വരച്ച ആ സാധനത്തിനെ, ഈ ടി ഷേപ്പ് സാധനത്തിനെ വിളിക്കുന്ന പേരാണ് ഒരു ലെഡ്ജർ അക്കൗണ്ട് എന്ന് പറഞ്ഞത്. അപ്പൊ അതിന് 2 സൈഡുകളുണ്ട്. ലെഫ്റ്റ് സൈഡും ഉണ്ട്, റൈറ്റ് സൈഡുകളും ഉണ്ട്. ആ ലെഫ്റ്റ് സൈഡിനെ വിളിക്കുന്നതാണ് ഡെബിറ്റ് സൈഡ് എന്ന് വിളിക്കുന്നത്, ആൻഡ് റൈറ്റ് സൈഡിനെ വിളിക്കുന്നതാണ് ക്രെഡിറ്റ് സൈഡ് എന്ന് വിളിക്കുന്നത്. സോ ഇൻ ഷോർട്ട് നമുക്ക് ഇങ്ങനെ പറയാം, ഇതാണ് ഡെബിറ്റ് സൈഡ്, ഇതാണ് നമ്മുടെ ക്രെഡിറ്റ് സൈഡ്. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത ടോപ്പിക് പഠിച്ചാലോ? അതിന് മുന്നേ ഇങ്ങനെ ഒരു എക്സാമ്പിൾ നമുക്ക് ചിന്തിക്കാം. അതായത് പണ്ടത്തെ കാറും അല്ലെ പണ്ടത്തെ സ്കൂട്ടറിന്റെ ഒക്കെ ഗിയർ സിസ്റ്റം ഒന്നും അല്ലല്ലോ ഇപ്പോഴത്തെ ന്യൂജൻ കാറുകൾക്കും സ്കൂട്ടറുകൾക്കോ അല്ലെങ്കിൽ ബൈക്കുകൾക്കും ഒക്കെ ഉള്ളത്. അപ്പൊ പണ്ടത്തെ ആൾക്കാർ, ഞാൻ ഇങ്ങനെയാ പഠിച്ചത്, അതുകൊണ്ട് എനിക്ക് പുതിയതിനകത്തും അതേ ഗിയർ ഷിഫ്റ്റിംഗ് മെക്കാനിസത്തിന്റെ റൂളെ ഞാൻ അപ്ലൈ ചെയ്തുള്ളൂ എന്ന് പറഞ്ഞാൽ വണ്ടി മുന്നോട്ട് പോകത്തില്ല. കാരണം ആ വണ്ടി ഓടിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെതായ റൂൾസുകൾ പഠിച്ചേ പറ്റൂ. സിമിലർലി ഫോർ അക്കൗണ്ടൻസി, നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചില റൂളുകൾ അവർ എസ്റ്റാബ്ലിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ റൂളുകൾ വേണം നമ്മളും പഠിക്കാനായിട്ട്. ആ റൂൾ കൃത്യമായി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. റൂൾ ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ പ്രശ്നം വരും. അപ്പൊ ആ റൂൾസ് ആണ് നമുക്കിനി അടുത്ത് പഠിക്കാനായിട്ടുണ്ട്. അതിന് മുന്നേ നമ്മൾ ആ പറഞ്ഞ ആ ഡിസ്കഷൻ നമുക്ക് മുന്നിലേക്ക് കൊണ്ടുപോകാം. ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനകത്ത് ഇൻകവും എക്സ്പെൻസും വരുമെന്ന് പറഞ്ഞു, ശരിയല്ലേ? നമുക്ക് ഇവിടുന്ന് തന്നെ ആ ഒരു ബേസ് ആദ്യമേ ബിൽഡ് ചെയ്യാം. ആ റൂൾസ് ഒക്കെ നോക്കുന്നതിന് മുന്നേ എന്തുകൊണ്ട് അത് എങ്ങനെ വരുന്നു എന്നുള്ളത് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഇവിടെ ബാലൻസ് ഷീറ്റിനകത്ത് ക്യാപിറ്റൽ, ലയബിലിറ്റി, അസറ്റ് എന്നൊക്കെ പറഞ്ഞ് എഴുതണമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ. ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമാജിൻ 5,000 റുപ്പീസ് മാത്രമേ ഉള്ളൂ. അടുത്തൊരു ചോദ്യം വരും, എന്ത് ഇൻകം അത്? സെയിൽസ് ആണോ, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഇൻകം കിട്ടിയതാണോ, അല്ലെ കമ്മീഷൻ ഇൻകം കിട്ടിയതാണോ? നമുക്കൊന്നും അറിയത്തില്ല. നിങ്ങൾ 5,000 മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഇൻകം ഉണ്ട് 2,000, അതിനകത്ത് ഒരു കമ്മീഷൻ ഉണ്ട് ഒരു 2,500. അപ്പൊ തന്നെ രണ്ടും 2,500 4,500 പിന്നെ ഒരു 500 രൂപയുടെ സെയിലുണ്ട്. അങ്ങനെയാണ് 5,000 വന്നെങ്കിലോ? അപ്പൊ നമുക്കിവിടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം എന്ന് പറഞ്ഞ് എഴുതുമ്പോഴത്തേക്ക് കൃത്യമായി അറിയണം സെയിൽസിൽ നിന്ന് എത്രമാത്രം ഇൻകം ഉണ്ടാക്കി. അടുത്ത നമുക്ക് കൃത്യമായിട്ട് അറിയണം നമ്മുടെ ഇൻട്രസ്റ്റ് ഇൻകം എത്രയാണ്, അതേപോലെ കമ്മീഷൻ ഇൻകം എത്ര എന്നുള്ളത്. നമ്മൾ സാധാരണ ഇതൊക്കെ റൂൾസ് ഒക്കെ ഇപ്പൊ വിട്ടേക്ക്, നമ്മൾ സാധാരണ ഇവിടെ എഴുതണം. നമുക്കൊരു വ്യക്തത വേണ്ടേ? സെയില്, ഇൻട്രസ്റ്റ്, കമ്മീഷന് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു വ്യക്തത വേണ്ടേ? നമ്മൾ വൃത്തിക്ക് എഴുതേണ്ട ആൾക്കാരല്ലേ? ഇപ്പൊ സാറേ ഇവിടെ എഴുതിക്കൂടെ? എഴുതിക്കോ, കുഴപ്പമൊന്നുമില്ല. നമ്മളിപ്പോ അതിനെ പറ്റിയിട്ടല്ല ചർച്ച ചെയ്യുന്നത്, നമുക്ക് എഴുതണം എന്നുള്ള പോയിന്റിനെ പറ്റിയിട്ടാണ് ചർച്ച ചെയ്യുന്നത്.
സിമിലർലി എക്സ്പെൻഡിച്ചർ ഒരു എക്സ്പെൻഡിച്ചറേ കാണത്തുള്ളൂ. ഇപ്പൊ നമുക്ക് സാലറി അതൊരു എക്സ്പെൻഡിച്ചർ ആണ്. നമുക്ക് ഇലക്ട്രിസിറ്റി കൊടുക്കുന്നത് അതൊരു എക്സ്പെൻഡിച്ചർ ആണ്. അപ്പൊ ഇതൊക്കെ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ നമുക്ക് അറിയണ്ടേ സാലറി എത്ര കൊടുത്തു, എക്സ്പെൻഡിച്ചർ എത്ര കൊടുത്തു. ഇവിടെയും ഒരു പ്രശ്നം വരുന്നുണ്ട്. ഇമാജിൻ ഞാൻ സാലറി എന്ന് പറഞ്ഞിട്ട് ഞാൻ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം. സാലറി എന്ന് പറഞ്ഞിട്ട് ഞാനൊരു 5000 രൂപ ആദ്യമേ കൊടുത്തു. ആദ്യത്തെ മാസം ഞാനൊരു സാലറി 5000 കൊടുത്തു. ഓക്കെ. അടുത്ത മാസവും സാലറി കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പിന്നെയും സാലറി എന്ന് പറഞ്ഞാൽ 5000 എന്ന് പറഞ്ഞ് എഴുതിയെന്ന് വിചാരിക്കുക. അപ്പൊ എല്ലാം കൂടെ എത്ര സാലറി കൊടുത്തു? 10 കൊടുത്തു. ഈ പി ആൻഡ് എല്ലിനകത്ത് സാലറി എന്ന് പറഞ്ഞിട്ട് 5 വെച്ചു. ഇത് 1 മാസം 2 മാസം അല്ലോ സാലറി കൊടുക്കണ്ടേ? അത് ഒരാൾക്ക് മാത്രമല്ല സാലറി കൊടുക്കണ്ടേ? അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഓരോ തവണ ഓരോ വ്യക്തിക്ക് ഓരോ മാസം പേയ്മെന്റ് കൊടുക്കുമ്പോഴത്തേക്ക് എല്ലാം നിങ്ങൾ ഇങ്ങനെ എക്സ്പെൻഡിച്ചർ ആയിട്ട് ഒരേ സ്ഥലത്ത് എഴുതി കഴിഞ്ഞാൽ ഇതിന്റെ സൈസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. എന്ത് വലുപ്പമായിരിക്കും ഈ സാധനത്തിന്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ പ്രശ്നം സൈസ് കൂടുന്നു എന്നുള്ളതല്ലേ. അപ്പൊ സൈസ് കൂടുന്നത് റെക്ടിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സാലറി എന്ന് പറഞ്ഞ പേരിൽ ഒരെണ്ണം വന്നാൽ മതി. ആ ഒരെണ്ണത്തിനകത്ത് ഇപ്പൊ കൊടുത്തേക്കുന്ന 10,000 ആണെന്നുണ്ടെങ്കിൽ ആ 10,000 ടോട്ടൽ വരണം. ശരിയല്ലേ? അപ്പോ ഇവിടെ അങ്ങനെ 10,000 ടോട്ടൽ വരണമെന്നുണ്ടെങ്കിൽ എവിടെങ്കിലും വൃത്തിക്ക് നമ്മൾ കണക്കുകൾ സൂക്ഷിക്കണ്ടേ? കാരണം ആൾക്കാർക്ക് നമ്മൾ എപ്പോൾ വേണേലും സാലറി കൊടുക്കാം. ആ സാലറി കൊടുക്കുന്നതിന്റെ ടോട്ടൽ വേണം അവിടെ എഴുതാനായിട്ട്. എന്നാലേ നമുക്ക് ടോട്ടൽ എക്സ്പെൻഡിച്ചറും ടോട്ടൽ ഇൻകവും കിട്ടിയിട്ട് അതിന്റെ ഡിഫറൻസ് എടുക്കുമ്പോഴാണ് ലാഭനഷ്ടം അറിയാൻ പറ്റുന്നത്. അപ്പൊ ഈ ടോട്ടൽ കിട്ടണമെന്നുണ്ടെങ്കിൽ അത് എവിടെങ്കിലും വൃത്തിക്ക് എഴുതണ്ടേ? അങ്ങനെ നമുക്ക് സാലറിക്ക് വേണ്ടിയിട്ട് നമുക്കൊരു അക്കൗണ്ട് ഉണ്ടാക്കാം. സാലറി അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അതിനകത്ത് നമുക്ക് കണക്കുകൾ സൂക്ഷിക്കാം. എന്തിനെ പറ്റിയിട്ടുള്ള കണക്കുകളാ? സാലറി കൊടുത്തതിന്റെ കണക്കുകൾ നമുക്ക് സൂക്ഷിക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞു ആദ്യമേ നമ്മൾ 5000 കൊടുത്തു, ആ കണക്ക് നമുക്ക് സൂക്ഷിക്കാം. പിന്നീട് നമ്മൾ 5000 കൊടുത്തു, ആ കണക്കുകൾ നമുക്ക് സൂക്ഷിക്കാം. അപ്പൊ നിങ്ങൾ എടുത്തേ. ഞാൻ വേറെ ഒന്നും എഴുതുന്നില്ല. ഇപ്പൊ ഒരു ചുമ്മാ ഒരു ബേസിക് ആയിട്ട് ഞാൻ നിങ്ങളെ പറഞ്ഞു തരിക. അപ്പൊ നിങ്ങൾ ഇവിടെ സാലറി റിലേറ്റഡ് കഥ എഴുതിയപ്പോഴത്തേക്ക് ടോട്ടൽ കഥ എത്ര വന്നേക്കുന്നത്? 10,000 എന്നല്ലേ വന്നേക്കുന്നത്. അപ്പൊ ഈ 10,000ന്റെ ബാലൻസ് എടുത്തിട്ട് നമുക്കിവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനകത്ത് നമുക്ക് സാലറി എന്ന് പറഞ്ഞ് എഴുതിയാൽ പോരെ 10,000. അപ്പൊ കുഴപ്പമില്ല, നമുക്ക് സാലറി എന്ന് പറഞ്ഞേ എടുത്തുള്ളൂ. ഇനിയും ഇലക്ട്രിസിറ്റിയുടെ ചെലവ് നമുക്കൊരു 3000 രൂപ ഇലക്ട്രിസിറ്റി ചെലവുണ്ടെന്ന് വിചാരിക്കുക. അത് 3 മാസത്തിന്റെ ഇലക്ട്രിസിറ്റി കൊടുത്താന്ന് വിചാരിക്കുക. ചുമ്മാ എക്സാമ്പിളിന്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഇലക്ട്രിസിറ്റിയുടെ കഥ അറിയണമെന്നുണ്ടെങ്കിൽ ഇലക്ട്രിസിറ്റിക്ക് വേണ്ടി മാത്രം ഞാൻ ഒരു സെപ്പറേറ്റ് അക്കൗണ്ട് ഉണ്ടാക്കണം. ആ അക്കൗണ്ടിനകത്ത് ഞാൻ ഓരോ മാസം 1000 വെച്ചിട്ടാണ് അടയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഞാൻ 1000ന്റെ കഥ ഉണ്ടാക്കണം. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ എനിക്ക് ടോട്ടൽ 3000 കിട്ടും. ആ ടോട്ടൽ 3000ന്റെ ഇവിടെ ഞാൻ എന്ത് ചെയ്താൽ മതി? സാലറി എന്ന് പറഞ്ഞ എക്സ്പെൻഡിച്ചറിന് ശേഷം ഞാൻ അവതരിപ്പിക്കുന്നു ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞ എക്സ്പെൻഡിച്ചർ. അത് ഞാൻ 3000. അപ്പൊ എനിക്ക് ഓരോ തവണ ഞാൻ ഇലക്ട്രിസിറ്റിയുടെ ബില്ല് പേ ചെയ്യുന്നതിന് എപ്പോഴും ഞാൻ ഇവിടെ ഇങ്ങനെ ഇലക്ട്രിസിറ്റി എന്ന് എഴുതേണ്ട ആവശ്യമില്ല. അതിന് പകരമായി ഇലക്ട്രിസിറ്റിയുടെ കഥ എഴുതാനായിട്ട് ഞാനൊരു സ്ഥലം ഉണ്ടാക്കി. ആ സ്ഥലത്തിനെ വിളിക്കുന്ന പേരാണ് ആക്ച്വലി ഈ ലെഡ്ജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ നിങ്ങളെ ആ വാക്കുകളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്താ ഇവിടെ? ജേണൽ ആദ്യം എഴുതണം, പിന്നീട് ലെഡ്ജർ എഴുതണം എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പൊ ഞാൻ ലെഡ്ജറിനെ പറ്റിയിട്ട് സംസാരിക്കുന്നത്. പി ആൻഡ് എല്ലും ബാലൻസ് ഷീറ്റും ഞാൻ റഫ് ആയിട്ട് ഇവിടെ കാണിച്ചും തന്നിട്ടുണ്ട്. ശരിയല്ലേ? അപ്പൊ ഈ ലെഡ്ജർ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഥ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ സാധനത്തെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ ഒരിടത്ത് കിട്ടണം. ആ ഒരിടത്ത് കിട്ടാൻ വേണ്ടി വരയ്ക്കുന്ന സാധനത്തിനെ വിളിക്കുന്ന പേരാണ് ഈ ലെഡ്ജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഏറ്റവും സിമ്പിൾ ആയിട്ട് അങ്ങനെ ചിന്തിച്ചാൽ മതി. ടെക്നിക്കൽ ഇംഗ്ലീഷ് ഡെഫിനിഷൻ വേറെ ആയിരിക്കാം. പക്ഷെ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോ ഇലക്ട്രിസിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കഥ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പി ആൻഡ് എല്ലിൽ പോവാം. പി ആൻഡ് എല്ലിൽ പോയി കഴിഞ്ഞാൽ ടോട്ടൽ ഇലക്ട്രിസിറ്റി അറിയാൻ പറ്റത്തുള്ളൂ. ഓരോ മാസം എത്ര കൊടുത്തതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇലക്ട്രിസിറ്റി എഴുതിയ കഥയുടെ ആ സ്ഥലത്തേക്ക് പോകണം. അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ മാസം 1000 കൊടുത്തു, ഈ മാസം 1000 കൊടുത്തു, ഈ മാസം 1000 കൊടുത്തു. കാരണം ഇവിടെ ഡേറ്റ് കൂടെ നമ്മൾ എഴുതാൻ പോകും. ഞാൻ എഴുതിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അങ്ങനെ ആയിരിക്കും നമ്മൾ അവിടെ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ നല്ലതാണ്. നമുക്ക് ഓരോ മാസവും എന്താ നടന്നു എന്നുള്ളത് കിട്ടും. അങ്ങനെ 3000. ഈ ടോട്ടൽ മാത്രം നമ്മൾ എവിടെ പോയി കാണിച്ചാൽ മതി? ഈ ടോട്ടൽ മാത്രം പി ആൻഡ് എല്ലിനകത്ത് നമ്മൾ 3000 എന്ന് പറഞ്ഞ് കാണിച്ചാൽ മതി. ഐ ഹോപ്പ് ദ പോയിന്റ് ഇസ് ക്ലിയർ. അപ്പൊ നമുക്ക് ലെഡ്ജർ എന്താന്ന് ഒരു ഐഡിയ കിട്ടി. പി ആൻഡ് എല്ലും ബാലൻസ് ഷീറ്റും എന്തിനാ വരയ്ക്കുന്നതെന്നുള്ള ഐഡിയ കിട്ടി. ഇനിയിപ്പോ നിങ്ങൾ അറിയേണ്ട സാധനം ജേണൽ എന്ന് പറഞ്ഞ സാധനം. അതായത് എങ്ങനെയാണ് ഈ കഥ ഇങ്ങനെയൊക്കെ ഇവിടെ എഴുതേണ്ടത്? നമുക്കൊരു ഡൗട്ട് വേണേ വരാം. ഇതെന്തിനും ഇവിടെ എഴുതിയോ സാറ്? ഇപ്പുറത്ത് എഴുതിയാലും എന്നാ പ്രശ്നം? ഇവിടെ 5000 എഴുതി, ഇവിടെ 5000 എഴുതി, അങ്ങനെ ടോട്ടൽ എടുത്ത് 10,000 കിട്ടി. അപ്പോഴും സെയിം തന്നെയല്ലേ? അങ്ങനെ ഡൗട്ട് വരാം. ശരിയാ, ന്യായമാണ്. ഞാനും അങ്ങനെ ചിന്തിച്ചിട്ടുള്ള. അതാ ഞാൻ പറഞ്ഞേ റൂൾസ്. അവിടെയാണ് നമുക്ക് റൂൾസ് പഠിക്കേണ്ട ആവശ്യകത വരുന്നത്. ആ റൂളാണ് പറയുന്നത് ചില പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് അക്കൗണ്ടുകൾക്ക് എവിടെ എഴുതണം. അപ്പൊ നമുക്ക് റൂൾ നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ. നമ്മളിപ്പോ കഥയുടെ ഒരു ബേസിക് അനാലിസിസ് അല്ലേ നടത്തിയത്. അപ്പൊ ഇപ്പൊ റൂൾ നമുക്ക് പഠിക്കണം. ആ റൂളിനകത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കഥ നടക്കുമ്പോൾ ആ കഥ ബേസിക്കലി നമ്മൾ പഠിച്ച ഈ 4 ക്ലാസിഫിക്കേഷനകത്തേ വരത്തുള്ളൂ. ഒന്നെങ്കിൽ ആ ട്രാൻസാക്ഷൻ ഒരു എക്സ്പെൻസ് റിലേറ്റഡ് ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ
വരുമാനം റിലേറ്റഡ് ആയിരിക്കും. അല്ലെ നമുക്ക് കിട്ടാനുള്ളതിനെ പറ്റിയിട്ടുള്ള കഥയായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ കൊടുക്കാനുള്ളതിനെ പറ്റിയിട്ടുള്ള കഥയായിരിക്കും. അപ്പൊ 4 കാര്യങ്ങൾ ഇതിനകത്ത് വരാൻ പോകുന്നുള്ളൂ. അതിന്റെ ബേസിക്സ് റൂളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ ദേ ഇവിടെ ഇങ്ങനെ വൃത്തിക്ക് ചുമ്മാ 5000 എന്ന് പറഞ്ഞ് എഴുതിയില്ലേ? ഇവിടെ എന്തെല്ലാം എഴുതണം? ഇവിടെ സൈഡിൽ എന്തെല്ലാം എഴുതണം? ഇതെല്ലാം നമുക്ക് ഇനിയും ചർച്ച ചെയ്യാനായിട്ടുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത അതൊന്ന് പഠിച്ചു നോക്കിയാലോ? ശരി. അപ്പൊ നമുക്ക് അടുത്ത അതിലേക്ക് പോവാം. ഗോൾഡൻ റൂൾസ് ഓഫ് അക്കൗണ്ടിങ്. അതാണ് നമ്മൾ തുടങ്ങിയ ആ ഒരു ചർച്ച തുടങ്ങിയത് അവിടുന്നാണ് നമ്മൾ. അപ്പൊ ഇവിടെ 2 ടൈപ്പ് ഓഫ് അപ്രോച്ചുകളുണ്ട്. ഒന്ന് ബ്രിട്ടീഷ് അപ്രോച്ച് അഥവാ ട്രഡീഷണൽ അപ്രോച്ച്. ഇതാണ് ഫസ്റ്റ് അപ്രോച്ച്. രണ്ടാമത്തെ അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കൻ അപ്രോച്ച്. അമേരിക്കൻ അപ്രോച്ച് അഥവാ മോഡേൺ അപ്രോച്ച്. ഞാൻ ആദ്യം ഒരു കാര്യം ചെയ്യാം. ഞാൻ ആദ്യമേ അമേരിക്കൻ അപ്രോച്ച് അഥവാ നമ്മുടെ മോഡേൺ മെത്തേഡ് അത് ആദ്യമേ നമുക്ക് പഠിക്കാം. കാരണം അത് പഠിച്ചതിന് ശേഷം ഇത് പഠിക്കുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ. സാധാരണ ആൾക്കാർ ഇതാണ് ഫസ്റ്റ് പഠിക്കുന്നത് ആൻഡ് ദെൻ കംസ് ടു ദിസ് വൺ. കാരണം ഇത് മോഡേൺ ആയിട്ട് ഇപ്പം റീസെന്റ് ഇപ്പം നല്ല ആ കാലത്ത് വന്നതാണ്. അപ്പൊ ഞാൻ ഇതായിരിക്കും പ്രിഫർ ചെയ്യുന്നത്. കാരണം ഇതാണ് ഇപ്പൊ ആൾക്കാർ കൂടുതൽ ഫോളോ ചെയ്യുന്ന സാധനം. അപ്പൊ നമ്മുടെ ഇവിടുത്തെ റൂളുകൾ നമുക്ക് നോക്കാം. 4 ക്ലാസിഫിക്കേഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. 1 എക്സ്പെൻസ്, 2 ഇൻകം, 3 അസറ്റ്, 4 ലയബിലിറ്റി. ഈ പറയുന്ന 4 സാധനങ്ങൾക്കും ഞങ്ങൾ റൂളിൽ ഒരു ബാലൻസ് നിശ്ചയിച്ചിട്ടുണ്ട്. എന്ത് ബാലൻസ് ഉള്ള അക്കൗണ്ട് ആണ് എന്നാണ് നമ്മൾ അതിനെ ചോദിക്കാറുള്ളത്. അപ്പൊ ആദ്യമേ നിങ്ങൾ ഫസ്റ്റ് ടൈം കേൾക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ആദ്യമേ ഈ ഒരു റൂൾ മാത്രം നമുക്ക് കാണാപ്പാഠം പഠിക്കണം. കാരണം ഇത് റൂളാണ്. അവർ ഓൾറെഡി അതിനെ അങ്ങനെയാണ് ഉണ്ടാക്കിയത്. അപ്പൊ ആ റൂളാണ് നമ്മളിപ്പോൾ ഫോളോ ചെയ്യാൻ പോകുന്നത്. എക്സ്പെൻസിന് ഡെബിറ്റ് ബാലൻസ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇൻകത്തിന് ക്രെഡിറ്റ് ബാലൻസ് ആണെന്നും അസറ്റിന് പിന്നെയും ഡെബിറ്റ് ബാലൻസ് ആണെന്നും ലയബിലിറ്റിക്ക് പിന്നെയും ക്രെഡിറ്റ് ബാലൻസ് ആണെന്നും ഇങ്ങനെയാണ് അവർ അതിനെ ഡിഫൈൻ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പൊ ഒന്നുകൂടെ നമുക്ക് പറയാം. എക്സ്പെൻസിന് എന്നാ ബാലൻസാ? ഡെബിറ്റ്. ഇൻകത്തിനോ ഓപ്പോസിറ്റ്സ് ആണ്, ക്രെഡിറ്റ്. അഗൈൻ അസറ്റ് എന്നാ ബാലൻസാ? ഡെബിറ്റ്, സെയിം ആസ് എക്സ്പെൻസ്. ലയബിലിറ്റിക്ക് എന്നാ ബാലൻസാ? സെയിം ആസ് ഇൻകം, ക്രെഡിറ്റ് ബാലൻസ്. ശരി. അടുത്തത്, ഒരു കഥ നടന്നു. ആ കഥ നടക്കുമ്പോൾ നിങ്ങളുടെ എക്സ്പെൻസ് കൂടുവാണോ കുറയുവാണോ? ഇതാണ് ഇവിടുത്തെ ചോദ്യം. കാരണം ഇത് രണ്ടല്ലാതെ ഒരു പരിപാടി ഈ അക്കൗണ്ടൻസിയിലില്ല. കൂട്ടുക, കുറയ്ക്കുക, വേണം ഇടയ്ക്ക് മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനും വരും. അത്രേ ഉള്ളൂ. അതാണ് ഈ വേൾഡ് ഓഫ് സി എ ആൻഡ് സി എം എ. ഏറ്റവും സിമ്പിൾ ആണ്. നമ്മൾ അതിനെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണെന്ന് വിചാരിച്ച് നമ്മുടെ തലയ്ക്കകത്ത് കയറ്റി വെക്കുന്ന ഒരു ഇഷ്യൂ മാത്രമേ ഉള്ളൂ. നമുക്കതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാം. നമുക്കതിനെ ഏറ്റവും സിംപ്ലിഫൈ ചെയ്ത് പഠിക്കാം. നിന്റെ ചെലവ് കൂടി എന്ന് വിചാരിക്കാം. എങ്കിൽ റൂള് പറയുന്നത് നീ കഥ എഴുതുമ്പോൾ ആ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ എഴുതുക എന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്കിപ്പോൾ എക്സാമ്പിൾ നോക്കാം. നമ്മളിവിടെ എഴുതി വെച്ചല്ലോ, ചെലവല്ലേ സാലറി. സാലറി 5000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ക്യാഷ് ആയിട്ടല്ലേ കൊടുക്കുന്നത്. അപ്പൊ കഥയിൽ 2 സംഭവങ്ങളാണ് നടന്നേക്കുന്നത്, 2 അക്കൗണ്ടുകളാണ് നടന്നേക്കുന്നത്. ഒന്ന് സാലറി എന്ന് പറഞ്ഞ ചെലവ്, നോമിനൽ അക്കൗണ്ട്. കാരണം എന്താ, അവിടെ നോമിനൽ അക്കൗണ്ട് ഡെഫിനേഷൻ നമ്മൾ പഠിച്ചു, ചെലവുകളുണ്ട്, ഇൻകം ഉണ്ടെന്നുള്ളത്. സോ സാലറി അക്കൗണ്ട് ഒരു ചെലവാണ്. അപ്പൊ ആ ചെലവ് അവിടെ വരുന്നുണ്ട്. രണ്ടാമത്തെ ക്യാഷ് അക്കൗണ്ട് ആണ്. ക്യാഷ് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അത് നമ്മുടെ കയ്യിലുള്ള അസറ്റ് ആണ്, നമ്മുടെ കയ്യിൽ നിന്ന് കുറഞ്ഞു പോകാൻ പോവാണ്. ശരിയല്ലേ? അപ്പൊ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ സാലറി എന്ത് പറ്റി? ചെലവ് കൂടിയോ കുറഞ്ഞോ? കൂടി. ക്യാഷ് അസറ്റ് ആണ്. എന്ത് പറ്റി? കൂടിയോ കുറഞ്ഞോ? കുറഞ്ഞു. കാരണം കയ്യിൽ നിന്ന് കാശ് പോവാന്ന് വിചാരിക്കുക. അങ്ങനാണെന്നുണ്ടെങ്കിൽ ഇവർ പറഞ്ഞു സാലറി കൂടുകയാണെങ്കിൽ റൂള് പ്രകാരം സാലറി, അതായത് എക്സ്പെൻസ് കൂടുകയാണെങ്കിൽ റൂള് പ്രകാരം കൂട്ടുന്ന കാര്യങ്ങൾ ആ അക്കൗണ്ടിന്റെ ഏത് സൈഡിൽ എഴുതാനാണ് പറഞ്ഞേക്കുന്നത്? ഡെബിറ്റ് സൈഡിൽ. നിങ്ങൾ നോക്കിക്കേ, ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു ലെഫ്റ്റ് സൈഡിനെ വിളിക്കുന്ന പേരാണ് ഡെബിറ്റ്. ഞാനും ഡെബിറ്റ് സൈഡിലല്ലേ മക്കളെ എഴുതിയേക്കുന്ന 5000. അടുത്ത 5000 കൊടുത്തു, അപ്പോഴും സാലറി കൂടുകയാണ്. എക്സ്പെൻസിനെ കൂട്ടുവാണെങ്കിൽ അതിന് ഏത് സൈഡിൽ എഴുതണമെന്ന റൂൾ പറഞ്ഞേക്കുന്നത്? ഡെബിറ്റ് സൈഡിൽ എഴുതണം. സാറേ അപ്പം എഴുതിയ എക്സ്പെൻസ് തെറ്റിപ്പോയി, നമുക്കൊന്ന് കുറയ്ക്കണം. അപ്പൊ ഏത് സൈഡിൽ എഴുതണം? ഓപ്പോസിറ്റ് സൈഡിൽ എഴുതണം. സാറേ 10,000 അല്ലായിരുന്നു സാലറി, സാർ എഴുതിയപ്പോൾ 5 എഴുതിയതാ. അടുത്ത തവണ സാലറി കൊടുത്തപ്പോൾ 5 അല്ലായിരുന്നു 3 ആയിരുന്നു. പക്ഷെ സാർ അറിയാതെ ഇവിടെ വന്നിട്ട് 5 എന്ന് എഴുതിയത്. അപ്പൊ സാറേ നമുക്കെന്താ ഇത് തുടച്ചിട്ട് നമുക്കിതിങ്ങനെ വെട്ടിക്കളഞ്ഞിട്ട് നമുക്ക് ഇവിടുന്ന് 3 അങ്ങ് എഴുതിയാൽ പോരെ? അല്ല, നമ്മൾ ഓൾറെഡി എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെ റെക്ടിഫൈ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് റെക്ടിഫിക്കേഷൻ എൻട്രിയാണ് പാസ്സാക്കുന്നത്. ഇതെല്ലാം നമ്മൾ പഠിക്കും കേട്ടോ. അപ്പം എനിക്കിവിടെ പറയേണ്ട പോയിന്റ് ഇത്രേ ഉള്ളൂ. ചെലവ് കൂടുന്ന കാര്യങ്ങൾ ഡെബിറ്റ് സൈഡിൽ എഴുതണം എന്നുള്ളത് ഞാനല്ല പറഞ്ഞേക്കുന്നത്. അത് ഓർത്തോണം, ഞാനല്ല പറഞ്ഞേക്കുന്നത്, റൂളാണ് പറഞ്ഞേക്കുന്നത്. ചെലവ് കൂടുന്ന കഥകൾ ഡെബിറ്റിലും ചെലവിനെ കുറയ്ക്കുന്ന കഥകൾ ക്രെഡിറ്റ് സൈഡിലും എഴുതണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ കുറയ്ക്കേണ്ട കാര്യം, അതായത് 5 നിന്നുള്ളത് 3 ആക്കണം എന്നുണ്ടെങ്കിൽ ഈ അക്കൗണ്ടിൽ നിന്ന് 2000 ആണ് കുറയേണ്ടത് അല്ലേ? അപ്പൊ 2000 കുറയ്ക്കുന്നതിന്റെ കഥ ഇവിടെ എഴുതണം. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, 10 ഡെബിറ്റ് സൈഡിലുണ്ട്, 2 ക്രെഡിറ്റ് സൈഡിലുണ്ട്. 10ൽ നിന്ന് 2 മൈനസ് ചെയ്യണം. അപ്പൊ 2 മൈനസ് ചെയ്യുമ്പോൾ നെറ്റ് ഇമ്പാക്ട് എത്രയായിട്ട് മാറുന്നുണ്ട്? 8000 ആയിട്ട് മാറുന്നുണ്ട്. യെസ് ഓർ നോ? അപ്പൊ അങ്ങനെയാണ് 8000. അല്ലാതെ ഇത് വെട്ടിയിട്ട് ഇവിടെ 3 എഴുതിയിട്ട് ഇവിടെ ഇതും വെട്ടിയിട്ട് ഇവിടെ 8000 അങ്ങനെയല്ല നമ്മൾ എഴുതാൻ പോകുന്നത്. അപ്പൊ പിടികിട്ടിയല്ലോ.
അപ്പം സാലറി. ഇനി അടുത്തത് ഇലക്ട്രിസിറ്റി. കൂടുന്ന കഥകൾ എവിടെ എഴുതണമെന്നാ റൂൾ പറഞ്ഞേക്കുന്നത്? ഡെബിറ്റ് സൈഡിൽ എഴുതണമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഞാൻ ഡെബിറ്റ് സൈഡിലാണ് എഴുതിയേക്കുന്നത്. അതുകൊണ്ടാ ഞാൻ റൂൾ പഠിച്ചു. അതുകൊണ്ട് എനിക്കറിയാം ഇവിടെ എഴുതേണ്ടത്. നിങ്ങളിപ്പോൾ തർക്കിച്ചിട്ട് സാർ ഇവിടെ എഴുതിയാൽ ഉത്തരം ശരിയല്ലേ? ശരിയാണ്. പക്ഷെ നിങ്ങൾ റൂളിന് അഗെയിൻസ്റ്റാ പോകുന്നത്. അപ്പം വണ്ടി വർക്ക് ആവത്തില്ല. നിങ്ങളുടെ ഐഡിയ കറക്റ്റാ. അപ്പുറത്ത് എഴുതിയാലും പക്ഷെ നീ റൂൾ അങ്ങനെ ഉണ്ടാക്കണമായിരുന്നു. അതിനനുസരിച്ച് എല്ലാവരും അങ്ങനെ ഫോളോ ചെയ്യണമായിരുന്നു. ഇപ്പൊ നീ മാത്രമേ അത് ഫോളോ ചെയ്യാൻ പോകുന്നു. ഞങ്ങൾ ആരും ഫോളോ ചെയ്യത്തില്ല. പിടികിട്ടിയോ? അപ്പൊ നമുക്ക് ആ റൂള് ഒന്നുകൂടെ വൃത്തിക്ക് പഠിക്കാം. എക്സ്പെൻസിനെ കൂട്ടുന്ന കഥയാണെങ്കിൽ ഡെബിറ്റ് സൈഡിൽ എഴുതണം. കുറയ്ക്കുന്ന കഥയാണെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. ഇൻകത്തിനെ കൂട്ടുന്ന കഥയാണെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. കുറയ്ക്കുന്ന കഥയാണെങ്കിൽ ഡെബിറ്റ്. സാർ ഇതെങ്ങനെ ഓർക്കാൻ പറ്റും? ഇതിങ്ങനെ സാർ അങ്ങനെയൊക്കെ സിമ്പിളാണ്. സിമ്പിളാണ്. റിലാക്സ്. ശ്വാസം എടുക്ക്. വിട്. നമുക്ക് നോക്കാം. എക്സ്പെൻസിന്റെ അക്കൗണ്ട് ബാലൻസ് പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് നമുക്ക് റീകളക്ട് ചെയ്യാം. 4 ക്ലാസിഫിക്കേഷൻ. എക്സ്പെൻസ് ഉണ്ട്, അസറ്റ് ഉണ്ട്, ലയബിലിറ്റി ഉണ്ട്, ഇൻകം ഉണ്ട്. ശരിയല്ലേ? എക്സ്പെൻസിന്റെ ബാലൻസ് ഡെബിറ്റ് ബാലൻസ്, അസറ്റിന്റെ ബാലൻസ് ഡെബിറ്റ് ബാലൻസ്, ഇൻകത്തിന്റെയും ലയബിലിറ്റിയുടെയും ബാലൻസ് ക്രെഡിറ്റ് ബാലൻസ്. ശരിയല്ലേ? എന്താണ് ബാലൻസ് ഓഫ് ദാറ്റ് അക്കൗണ്ട് എന്നുള്ളത് ഓർമ്മ വേണം. എക്സ്പെൻസിന്റെ ഡെബിറ്റ് ബാലൻസ് എന്ന് വിളിച്ചു. ആ ബാലൻസ് ഉള്ള അക്കൗണ്ടിൽ കഥ കൂട്ടണമെന്നുണ്ടെങ്കിൽ അത് തന്നെ ചെയ്താൽ മതി. ഡെബിറ്റിന്റെ ചെയ്താൽ മതി. അപ്പൊ കുറയ്ക്കണമെന്നുണ്ടല്ലോ നേരെ ഓപ്പോസിറ്റ് ചെയ്താൽ മതി. നമുക്ക് ഇതേ ഐഡിയ നമുക്ക് ഇൻകത്തിന് അപ്ലൈ ചെയ്യാം. ഇൻകത്തെ അക്കൗണ്ടിന്റെ ബാലൻസ് തന്നെ ക്രെഡിറ്റ്. കൂട്ടണമെന്നുണ്ടെങ്കിൽ അതേ സാധനം തന്നെ ചെയ്താൽ മതി. ക്രെഡിറ്റിനെ കൂട്ടണമെന്നുണ്ടെങ്കിൽ ക്രെഡിറ്റിന് ചെയ്താൽ മതി. കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ്സ് ആണ്. അസറ്റിന്റെ നോക്കിക്കുക. അസറ്റിന്റെ ബാലൻസ് തന്നെ ഡെബിറ്റ്. കൂട്ടണമെന്നുണ്ടെങ്കിൽ ഡെബിറ്റ് ചെയ്യുക. കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് ചെയ്യുക. ലയബിലിറ്റി ബാലൻസ് തന്നെ ക്രെഡിറ്റ്. കൂട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ക്രെഡിറ്റ് സൈഡിൽ എഴുതുക. കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ എവിടെ എഴുതുക? ഡെബിറ്റ് സൈഡിൽ എഴുതുക. പോയിന്റ് മനസ്സിലായി? അപ്പം ഇതാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. ഇത് ഓർത്തിരുന്ന് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോയിന്റ് ഓർത്താൽ മതി. എന്താ? കൂട്ടണമെന്നുണ്ടെങ്കിൽ ആ അക്കൗണ്ടിന്റെ ബാലൻസിന്റെ പണി തന്നെ ചെയ്യുക. കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ആ അക്കൗണ്ട് ബാലൻസിന്റെ ഓപ്പോസിറ്റ് കാര്യങ്ങൾ ചെയ്യുക. ഇപ്പം ടേക്ക് 1 മിനിറ്റ്. അതിനുശേഷം നിങ്ങൾ ഈ സാധനം വൃത്തിക്ക് നിങ്ങളുടെ തലയിലോട്ട് മെമ്മറൈസ് ചെയ്ത് കയറ്റുക. ആഫ്റ്റർ ദാറ്റ് നമുക്ക് അടുത്തതിലോട്ട് പോകാം. ഇവിടെ ഉണ്ടല്ലോ അല്ലേ? മടുത്തില്ലല്ലോ? തുടങ്ങിയിട്ടേ ഉള്ളൂ. പതുക്കെ പതുക്കെ. ഞാൻ പറഞ്ഞല്ലേ, ഇറ്റ്സ് എ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്. അപ്പൊ ആദ്യമേ നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പുതുതായിട്ട് കേൾക്കുന്നതും ഒന്ന് പരിചിതമാവാനായിട്ട് ഇച്ചിരി സമയം എടുക്കും. ഞാൻ പറഞ്ഞില്ലേ, ഞാനും അങ്ങനെ സ്റ്റക്കായതാ. പതുക്കെ നമുക്ക് ശരിയാക്കാം. സോ ആ ഒരു വിശ്വാസം നിങ്ങൾ എന്നിൽ വെക്കണം. അല്ലാതെ തുടങ്ങുമ്പോൾ തന്നെ ഇത് മനസ്സിലാവുന്നില്ലല്ലോ, അയ്യോ അയ്യോ അങ്ങനല്ല. സമയം എടുക്കൂടാ. ജസ്റ്റ് എൻജോയ് ദാറ്റ് പ്രോസസ്. ഓക്കെ? അടുത്ത നമുക്ക് ജേണൽ പഠിക്കാം. നിങ്ങൾ എൻ്റെ ആ ഒരു ഓർഡർ നോക്കിക്കേ. ഞാൻ ആദ്യമേ എഴുതി വെച്ച സാധനം എന്നാ? ജേണലായിരുന്നു. പക്ഷെ ഞാൻ ഇതിനെപ്പറ്റി അധികം മിണ്ടിയില്ല. ഞാൻ നേരെ ലെഡ്ജറാ കാണിച്ചു തന്നെ. റൈറ്റ്? എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ സ്ട്രക്ചർ നിങ്ങളിലേക്ക് പതുക്കെ ബിൽഡ് ചെയ്യുന്നേ ഉള്ളൂ. എന്നിട്ട് അവസാനം ആവുമ്പോഴേ ഇത് നിങ്ങൾക്ക് പൂർണ്ണമായി മനസ്സിലാകത്തുള്ളൂ. ഇപ്പൊ ഒരു കഥ പോലെ നിങ്ങൾക്ക് കേൾക്കാനേ പറ്റത്തുള്ളൂ. അപ്പൊ കൺഫ്യൂഷൻസ് വരും, ഡൗട്ടുകൾ വരും. അതെല്ലാം ഇപ്പൊ ഹോൾഡ് ചെയ്യണം. ആ കഥ ഇങ്ങനെ ബിൽഡ് ചെയ്യാനായിട്ട് നിങ്ങൾ അനുവദിക്കുക. ഇച്ചിരി സമയം കൊടുക്കുക. ആ സമയം കൊടുത്തു കഴിയുമ്പോൾ അത് ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങളുടെ തലയിൽ സെറ്റ് ആയിക്കോളും. ഓക്കെ? അപ്പൊ ജേണലിനെ പറ്റി പഠിക്കാം. ഇപ്പൊ സാലറി എന്ന് പറഞ്ഞ ലെഡ്ജറിൽ ഏത് സൈഡിൽ എഴുതണം എന്നുള്ളതിന്റെ റൂളൊക്കെ നിങ്ങൾ കണ്ടു. അവിടെ അതൊക്കെ വരണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഈ പറയുന്ന ജേണൽ എന്ന് പറഞ്ഞ സാധനം എഴുതുക എന്നുള്ളത്. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നു, എവറി ബിസിനസ് നമ്മളൊരു ട്രാൻസാക്ഷൻ ആണ് ആദ്യമേ നടക്കുന്നത്. ആ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം അത് 4 സാധനങ്ങളുടെ അടിയിലേ വരത്തുള്ളൂ. ഒന്നെങ്കിൽ അതൊരു എക്സ്പെൻസ്, ഇൻകം, അസറ്റ്, അതല്ല ലയബിലിറ്റി. ശരിയല്ലേ? അതിനെ എങ്ങനെ എഴുതണം? അതിനാണ് നമ്മുടെ ഇവിടുത്തെ ചോദ്യം. ആ ചോദ്യത്തിന് ഞാൻ ഇങ്ങനെ പഠിപ്പിക്കാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജേണലും ലെഡ്ജറും ഒരുമിച്ചാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് 3 ലെഡ്ജറുകൾ വരയ്ക്കുകയാണ്. ഓക്കെ? ഒന്ന് ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കുന്നു. 2 ഞാനൊരു ക്യാഷ് അക്കൗണ്ട് വരയ്ക്കുന്നു. 3 ഞാനൊരു സാലറിയുടെ അക്കൗണ്ട് വരയ്ക്കാൻ പോകും. സാർ ഇതൊക്കെ എന്തിനാ? വെയിറ്റ്, ഐ വിൽ ഷോ യു. ഇതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും. ഞാൻ ഈ വീഡിയോ കാണുന്ന എല്ലാ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആൾക്കാരുണ്ടല്ലോ. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ പോലെ 0 എന്ന് പറഞ്ഞ ലെവലിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ശരി. ഒരു ബിസിനസ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ ആ ബിസിനസ് ജീവനില്ലാത്തൊരു സാധനമാണ്. അപ്പൊ ആ ബിസിനസ് നടത്താനായിട്ട് കാശ് വേണം. അപ്പൊ ഫസ്റ്റ് കാശാണ് വേണ്ടത്. കാശ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യത്തെ സമയം ഞാൻ ഈ ഒരു സാധനം കാണിച്ചായിരുന്നു. കുറെ കൺസെപ്റ്റുകളൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്തു. അത് ആദ്യമേ ഞാൻ പറയുന്നില്ല എന്നൊരു പോയിന്റ് പറയുന്നു. അതിൽ ആദ്യത്തെ പോയിന്റ് ഇപ്പൊ വേണം എടുക്കാം. അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സിനകത്തുള്ള ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. ആ കോൺസെപ്റ്റ് പറയുന്ന കാര്യം ഇത്ര: ഞാൻ വേറെ, ഞാൻ ഉണ്ടാക്കിയ എൻ്റെ ബിസിനസ് വേറെ. സാർ അതെങ്ങനെ ശരിയാവും? ബിസിനസ് ഞാൻ തന്നെയല്ലേ? ആണ്. കണക്കെഴുതുമ്പോൾ അല്ല. സാറേ മനസ്സിലായില്ല. ഒന്നുകൂടെ പറയാലോ. ഞാൻ വേറെ, എൻ്റെ തന്നെ ബിസിനസ് അത് വേറെ. അതിനെ ഒരു മനുഷ്യനായിട്ട് വേണേൽ ചിന്തിച്ചു. ഓക്കെ? ഞാൻ ആണ് ആ ബിസിനസ് റൺ ചെയ്യുന്നത്. പക്ഷേ
കണക്ക് എഴുതുമ്പോൾ ഞങ്ങൾ രണ്ട് വ്യക്തികളായിട്ട് കാണാൻ പോകും. അതിനാണ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. സാറേ അതിന്റെ ഉദ്ദേശം എന്താ? സിമ്പിളാ. എൻ്റെ ബിസിനസ്സിൽ റൺ ചെയ്യാൻ വേണ്ടി പൈസ ഞാൻ ഇറക്കുമ്പോൾ എനിക്കിപ്പോൾ എത്ര ഞാൻ കൊടുത്തു എന്നറിയാം. 10 വർഷം കഴിഞ്ഞാൽ എനിക്ക് ഓർമ്മ കാണത്തില്ല. എനിക്ക് ഇഷ്ടംപോലെ ബിസിനസ്സുകൾ കാണും. ഇഷ്ടംപോലെ കഥകൾ കാണും. ഇതൊന്നും ഞാൻ വൃത്തിക്ക് എഴുതി വെക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ മറന്നു പോകും. അപ്പോൾ പെട്ടെന്ന് ഒരാൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഓർമ്മ കാണത്തില്ല. അപ്പോൾ കണക്ക് എഴുതി വെക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ്. ഞാൻ എൻ്റെ ബിസിനസ് തുടങ്ങാൻ വേണ്ടി 5 ലക്ഷം രൂപ ഉപയോഗിച്ചു. എൻ്റെ തന്നെ കാശാണേ. ലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കേണ്ട സാധനമാണ്. എൻ്റെ തന്നെ കാശ് എനിക്ക് തിരിച്ചു തരേണ്ട ആവശ്യമില്ല. പക്ഷേ ഞാനിത് ബിസിനസ്സിന് വേണ്ടിയിട്ടല്ല ഇൻവെസ്റ്റ് ചെയ്തേ. ബിസിനസ് മറ്റൊരു വ്യക്തിയായിട്ടല്ലേ നമ്മൾ പറഞ്ഞത്. ബിസിനസ് മറ്റൊരു വ്യക്തിയാണെങ്കിൽ ബിസിനസ് എൻ്റെ കയ്യിൽ നിന്ന് 5 ലക്ഷം രൂപ മേടിച്ചു. അപ്പോൾ നമുക്ക് ബിസിനസിന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് ചിന്തിക്കാം. ബിസിനസ് എൻ്റെ കയ്യിൽ നിന്ന് 5 ലക്ഷം രൂപ തിരിച്ചു മേടിച്ചത് കൊണ്ട് ആ 5 ലക്ഷം രൂപ ബിസിനസ് എനിക്ക് തിരിച്ചു തരാൻ ബാധ്യസ്ഥനാണ്. ബിസിനസ്. സാറേ ഞാനും ബിസിനസ്സും ഒക്കെ ഒരേ ആളാണ്. അല്ലടാ, ഞാൻ പറഞ്ഞല്ലോ കണക്ക് എഴുതാൻ വേണ്ടി മാത്രം. അപ്പം ബിസിനസ് കണക്ക് എഴുതുമ്പോൾ ബിസിനസ് പറയും ബിസിനസ് ഒരു 5 ലക്ഷം രൂപ കടമെടുത്തിട്ടുണ്ട്. അത് ആരുടെ നിന്ന് എടുത്തേക്കുന്നത്? ഓണറിൻ്റെ കയ്യിൽ. ആ പൈസ ബിസിനസ് ഓണറിന് തിരിച്ചു കൊടുക്കണം. അപ്പോൾ തിരിച്ചു കൊടുക്കാനുള്ള പൈസ ലയബിലിറ്റി എന്നാണ് വിളിക്കുന്നത്. അത് ഓണറിനാണ് തിരിച്ചു കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ലയബിലിറ്റി വിളിക്കുന്ന പേരാണ് ക്യാപിറ്റൽ. ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞു നമുക്കൊരു ബിസിനസ് തുടങ്ങണം എന്നുണ്ടെങ്കിൽ കാശ് വേണം. ശരി. ആ കാശ് നമ്മുടെ ബിസിനസ്, നമ്മളിപ്പോൾ ബിസിനസ് ആണേ, നമുക്ക് നമ്മുടെ ഓണർ കാശ് തരാൻ പോവുക. ശരി, തന്നു. ആ കാശ് നമ്മുടെ കയ്യിലുണ്ട്. എന്നിട്ട് നമ്മൾ കണക്ക് എഴുതുമ്പോൾ പറയും കാശ് കിട്ടിയെന്നും പറയണം. സിമിലർലി ഈ കിട്ടിയ കാശ് നമുക്ക് തിരിച്ചു കൊടുക്കണോ എന്നുള്ള കഥയും കൂടെ എഴുതണം. വേണ്ടേ? അപ്പൊ ഫോർ എവറി ട്രാൻസാക്ഷൻ മിനിമം ദർ ആർ 2 അക്കൗണ്ട്സ്. അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിരിക്കണം. അല്ല ഒരു അക്കൗണ്ട് മാത്രമായിട്ട് നടക്കൂല. അല്ലെ സോറി, 2 ലെഡ്ജേഴ്സ് കയറി വരും അതിനകത്ത്. അപ്പൊ നമ്മുടെ ഈ കഥയിൽ ക്യാഷ് എന്ന് പറയുന്നത് ഒരു അക്കൗണ്ടാണ്. അതേപോലെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു അക്കൗണ്ടാണ്. നമ്മൾ 4 ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിച്ചു. അതിൽ എക്സ്പെൻസ് ഉണ്ട്, ഇൻകം ഉണ്ട്, ക്യാഷ് അസറ്റിന്റെ അടിയിൽ വരും. ഈ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ലയബിലിറ്റിയുടെ അടിയിൽ വരും. ഏകദേശം ഒരു ഐഡിയ ആയില്ലേ? അതിനെ നമുക്ക് ബിൽഡ് ചെയ്യാം. സാറേ അപ്പൊ ജേണൽ എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ പറഞ്ഞു ക്യാഷ് ഒരു അസറ്റ് ആണെങ്കിൽ നമ്മുടെ റൂൾ ഓഫ് ഇത് പ്രകാരം അസറ്റിന്റെ ഇവിടെ ആ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റൂടെ നമുക്ക് പെട്ടെന്ന് വായിച്ചു തീർക്കാം. ഓർഗനൈസേഷൻ ഇസ് ട്രീറ്റഡ് ആസ് എ ഡിസ്റ്റിങ്ക്ട് ആൻഡ് സെപ്പറേറ്റ് ഫ്രം ദ പേഴ്സൺ ഹു ഓൺ ഓർ മാനേജ് ഇറ്റ്. ദിസ് കൺസെപ്റ്റ് അസ്യൂംസ് ദാറ്റ് ദി ഓർഗനൈസേഷൻ ആൻഡ് ബിസിനസ് ഓണേഴ്സ് ആർ 2 ഇൻഡിപെൻഡന്റ് എൻറ്റിറ്റീസ്. ഞാൻ മലയാളത്തിൽ പറഞ്ഞ സാധനം തന്നെയല്ലേ? അതാ പറഞ്ഞേ, ഇതിൽ ഈ ഇംഗ്ലീഷ് ഒന്നും വലിയ സംഭവമൊന്നും അല്ല. കാര്യം മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ടേക്ക് 1 മിനിറ്റ്, ഒന്ന് തലയിലോട്ട് അത് കയറ്റിക്കും. ഓക്കെ, ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങളത് കയറ്റുക. ഞാൻ അപ്പോഴത്തേക്ക് അടുത്തതിലോട്ട് പോകണേ. റൈറ്റ്. ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം, നമ്മുടെ റൂള് പറഞ്ഞ് ക്യാഷ് കൂടി. ഇമാജിൻ 5 ലക്ഷം രൂപ നമുക്ക് കിട്ടിയെന്ന് വിചാരിക്കുക ഓണറിൻ്റെ നിന്ന്. അപ്പോൾ ക്യാഷ് അസറ്റ് ആണ്, അസറ്റിന്റെ ബാലൻസ് ഡെബിറ്റ് ആണ്. കാശ് കൂടുവാണെങ്കിൽ ആ കഥ ഡെബിറ്റ് സൈഡിൽ എഴുതണം എന്ന് പറഞ്ഞത്. അപ്പോൾ എനിക്കറിയാം ഇവിടെ ഞാൻ 5 ലക്ഷം രൂപ എഴുതണം എന്നെനിക്കറിയാം. പക്ഷെ അങ്ങനെയല്ല അത് വർക്ക് ചെയ്യുന്നത്. ആദ്യമേ ലെഡ്ജറിലോട്ടല്ല കഥ എഴുതുന്നത്. ആദ്യമേ കഥ നമ്മൾ റെക്കോർഡ് ചെയ്യണം. ആ റെക്കോർഡ് ചെയ്യുന്ന കഥയാണ് ജേണൽ എന്ന് പറഞ്ഞത്. ജേണൽ എഴുതണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിനൊരു സാമ്പിൾ കാണിച്ചു തരാം. സാമ്പിൾ ഇങ്ങനെ. സാറേ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. അയാടെ തുടങ്ങിയതല്ലേ ഉള്ളൂ. വെയിറ്റ് വെയിറ്റ് വെയിറ്റ്. സാറേ ഇതിന്റെ അർത്ഥം എന്താ? പറഞ്ഞുതരാം. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ. ഇങ്ങനെയാണ് ഒരു ജേണൽ നമ്മൾ എഴുതാൻ പോകുന്നത്. സാറേ ഇതിന്റെ ഉപയോഗം പറഞ്ഞുതരാം. ക്യാഷ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തു, ക്യാപിറ്റലിനെ ക്രെഡിറ്റ് ചെയ്തു. ഡെബിറ്റ് ചെയ്ത സാധനത്തിനെയാണ് നമ്മൾ ഡെബിറ്റ് ചെയ്തു എന്ന് പറയണേ. ടു ക്യാപിറ്റൽ എന്ന് പറഞ്ഞ എഴുതുന്നതിനാണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യാന്ന് പറയണേ. ഓക്കെ, കാരണം ഞാൻ പറഞ്ഞു 2 സാധനങ്ങളാണ്, ഡെബിറ്റ് ക്രെഡിറ്റ്. സാറേ എന്തിനാ ഇങ്ങനെ എഴുതുന്നേ? എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെയും എഴുതിക്കൂടെ എന്നൊരു ചോദ്യം വരാം. ഞാൻ പറഞ്ഞു നിന്റെ റൂൾ അല്ല ഇവിടെ, റൂൾ ഓൾറെഡി ഡിഫൈൻഡ് ആണ്. അപ്പൊ സാറിന് എങ്ങനെ മനസ്സിലായി ഇങ്ങനെ തന്നെ എഴുതണമെന്നുള്ളത്? നമ്മുടെ റൂളിലോട്ട് വന്ന് റൂൾ എന്നാ പറഞ്ഞേക്കുന്നത്? അക്കൗണ്ടുകൾക്ക് എന്ത് ചെയ്യണം എന്നുള്ളതിന്റെ റൂളാണ്. എൻ്റെ അക്കൗണ്ട് ഇപ്പോൾ ഏതാന്നുള്ളത് നോക്കാം. ക്യാഷ് അക്കൗണ്ട്, അത് അസറ്റ്.
അസറ്റിന്റെ ബാലൻസ് ഡെബിറ്റ്. അപ്പൊ അത് കൂടാൻ പോവുകയാണെങ്കിൽ അതിനെ ഡെബിറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് എൻ്റെ ജേണൽ എൻട്രി എഴുതുമ്പോൾ ആ അക്കൗണ്ടിനെ ഞാൻ ഡെബിറ്റ് ചെയ്യണം. കിട്ടിയോ? അടുത്തത് ക്യാപിറ്റൽ. ഈ 4 എണ്ണത്തിൽ ഏതാണെന്ന് നോക്കാം. എക്സ്പെൻസ് അല്ല, എൻ്റെ വരുമാനവും അല്ല, എൻ്റെ അസറ്റും അല്ല, എനിക്ക് തിരിച്ചു കൊടുക്കേണ്ട സാധനം. ലയബിലിറ്റി. അതിനെന്നാ ബാലൻസാ? ക്രെഡിറ്റ്. എനിക്ക് തിരിച്ചു കൊടുക്കാനുള്ള കാശ് 0യിൽ നിന്ന് ഇപ്പൊ 5 ലക്ഷം രൂപയായി. അപ്പൊ കൂടുവാണോ ചെയ്തത്, കുറയുവാണോ ചെയ്തത്? ഓബ്വിയസ്ലി കൂടുക ചെയ്തത്. കൂടുവാണെങ്കിൽ അത് തന്നെയല്ലേ ചെയ്യേണ്ടത്. അപ്പൊ ജേണൽ എൻട്രി ആ അക്കൗണ്ടിനെ നമ്മൾ ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. സാറേ അപ്പൊ ഇങ്ങനെ എഴുതിയാൽ എന്നാ കുഴപ്പം? കുഴപ്പമുണ്ടടാ, റൂളിന് അഗെയിൻസ്റ്റ്. സാറേ എങ്ങനെ നോക്കാം? ക്യാഷ് കൂടി, ക്യാഷ് അസറ്റ് ആണ്, അസറ്റിന്റെ ഡെബിറ്റ് ബാലൻസ് ആണ്. ഡെബിറ്റ് ബാലൻസ് ഉള്ള അക്കൗണ്ടിനെ കൂട്ടാൻ വേണ്ടി ആ അക്കൗണ്ടിനെ ജേണൽ എൻട്രി ഡെബിറ്റ് ആണ് ചെയ്യേണ്ടത് ആസ് പെർ റൂൾ. ഞാനിവിടെ എന്താ ചെയ്തേക്കുന്നത്? ക്രെഡിറ്റ്. റൂളിന് ഓപ്പോസിറ്റ് ആയില്ലേ? അപ്പോൾ ഇത് തെറ്റാണ്. അങ്ങനെ സാറിന് മനസ്സിലായത്. കാരണം സാർ റൂൾ പഠിച്ചു, നിങ്ങളിപ്പോൾ റൂൾ പഠിച്ചു. സാറേ ഇങ്ങനെ അപ്പോൾ എഴുതുന്നതിനെയാണോ എന്തെന്ന് വിളിക്കുന്നത്? ജേണൽ എന്ന് വിളിക്കുന്നത്? അതെ, ഇങ്ങനെ എഴുതുന്നതിനാണ് ജേണൽ എന്ന് വിളിക്കുന്നത്. സാറേ ഇത് എന്തിനാ എഴുതിയത്? ഞാൻ പറഞ്ഞു, കഥ നടന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ആ കഥ എഴുതി വെക്കണം. അപ്പം നാളെ നിങ്ങളൊരു CMA ആയിട്ട് പുറത്തോട്ട് വരുമ്പോഴത്തേക്ക് നിങ്ങൾ നോക്കുമ്പോഴത്തേക്ക് ഇതെന്താ സംഭവം? ഇതെന്താ സംഭവം? ഒരു ജേണൽ. ഇതെന്തിനാ എഴുതിയേക്കുന്നത്? ഇങ്ങോട്ട് കഥ എഴുതാൻ വേണ്ടിയിട്ട്. നമുക്ക് തൊട്ടു പിന്നെ നിങ്ങൾ നോക്കി, നമ്മൾ ആദ്യമേ വരച്ചതിനകത്ത് എന്തെങ്കിലും ഇൻഫർമേഷൻ, ചുമ്മാ കുറെ നമ്പേഴ്സ് അല്ലേ കിടക്കുന്നുള്ളൂ. ഞാൻ ആ സമയത്ത് കഥ നിങ്ങളോട് പറഞ്ഞു തന്നുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായി അത് ക്യാഷ് ആയിട്ട് കൊടുത്തുന്നോ അല്ലെ ഓരോ മാസം കൊടുത്തെന്ന്. അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ ഇത് എന്തോന്ന്, ഇത് കുറെ നമ്പേഴ്സ് ആണ്, യാതൊരു ഇൻഫർമേഷനും ഇതിനകത്തില്ല. അവിടെ ഇൻഫർമേഷൻ വരണമെന്നുണ്ടെങ്കിൽ ഈ ചിട്ടയായിട്ട് ചില കാര്യങ്ങൾ എഴുതണം. വേണ്ടേ? ആ ചിട്ടയായിട്ട് എഴുതുന്ന കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യാം. ഇത് തെറ്റാ, കാരണം ഞാൻ റൂൾ വെച്ച് കാണിച്ചത്. സാറേ ഇനിയിപ്പോൾ എന്താ വേണ്ടത്? ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് എങ്ങനെയാ? ജേണലും ലെഡ്ജറും ഒരേ സമയത്ത് എഴുതാൻ. ലെഡ്ജർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കഥ, ഒരു പർട്ടിക്കുലർ അക്കൗണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള കഥ ഫുൾ കാണാൻ വേണ്ടിയിട്ട് വരയ്ക്കുന്ന സാധനം. അപ്പോൾ ആ കഥ അവിടെ എഴുതണമെന്നുണ്ടെങ്കിൽ അവിടെ ഇൻഫർമേഷൻസ് നന്നായിട്ട് വരണം. കാരണം തൊട്ട് പിന്നെ വെറുതെ ഫിഗേഴ്സ് എഴുതിയപ്പോൾ ഒരു ഇൻഫർമേഷനും ഇല്ല. ഇപ്പം എങ്ങനെ ഇൻഫർമേഷൻ വരുന്നതെന്ന് നോക്കാം. ക്യാപിറ്റൽ അക്കൗണ്ട് എന്ത് അക്കൗണ്ടാ? ലയബിലിറ്റിയാണ്. ലയബിലിറ്റി കൂടുവാണ് ചെയ്തേ, കുറവാണ് ചെയ്തേ? കുറയുവാണല്ലോ, കൂടുവല്ലേ ചെയ്തേക്കുന്നത്. കൂടുവാണെങ്കിൽ ഏത് സൈഡിൽ എഴുതണ്ടേ? നമ്മൾ ഡെബിറ്റ് സൈഡിലല്ലേ എഴുതണ്ടേ? ആണോ? ഡെബിറ്റ് സൈഡിലാണോ എഴുതണ്ടേ? റൂൾ എന്നാ പറഞ്ഞേക്കുന്നത്? ക്യാപിറ്റൽ ലയബിലിറ്റി ആണ്, ലയബിലിറ്റിക്ക് ക്രെഡിറ്റ് ബാലൻസ് ആണ്. കൂടുന്ന കാര്യങ്ങളെല്ലാം ക്രെഡിറ്റ് സൈഡിൽ അതേ സാധനം തന്നെ അതേ സൈഡിൽ എഴുതണമെന്നല്ലേ? അപ്പൊ ഞാൻ ഇവിടെ എഴുതണ്ടേ? അറിയാതെ എങ്ങാനും ഞാൻ ഇവിടെ എഴുതിയ ഉത്തരം തെറ്റിപ്പോയി. കാരണം എന്താ? ഞാൻ കുറയ്ക്കുന്ന പരിപാടി ചെയ്തേ. മനസ്സിലായോ? ആസ് പെർ റൂൾ ഞാൻ എവിടെ എഴുതണം? ഞാൻ ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എന്ത് എഴുതണം? നമുക്ക് 2 ഓപ്ഷൻ നോക്കാം. ഞാനിവിടെ ടു ക്യാപിറ്റൽ എന്ന് 5 lakh rupees എഴുതിയെന്ന് വിചാരിക്കുക. സാറേ ഇത് കറക്റ്റ് ആണോ? ആ കറക്റ്റാ, 5 ലക്ഷം രൂപ ക്രെഡിറ്റ് സൈഡിലാണ് എഴുതണ്ടേ. എഴുതിയപ്പോൾ എന്താ എഴുതിയത്? ടു ക്യാപിറ്റൽ എന്ന് പറഞ്ഞത്. നമുക്ക് ഇവിടുന്ന് എന്ത് ഇൻഫർമേഷനാണ് കിട്ടിയെന്നുള്ളത് ചർച്ച ചെയ്യാം. ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് വരച്ചേക്കുന്നത്, അപ്പൊ ക്യാപിറ്റലിനെ പറ്റിയിട്ടുള്ള കഥയാണ്. ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്യാപിറ്റൽ വന്നു 5 lakh. ഓക്കെ, 5 lakh വന്നു. അതെങ്ങനെ വന്നേ? ക്യാഷ് ആയിട്ട് വന്നോ? അത് ഇവിടെ നോക്കിയാൽ അറിയാൻ പറ്റുന്നില്ലല്ലോ. കാരണം ഇവിടെ ക്യാപിറ്റലിനകത്ത് ടു ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് എഴുതിയേക്കുന്നത്. നേരെ മറിച്ച് ഇങ്ങനെ എഴുതാതെ ഞാനിവിടെ ബൈ ക്യാഷ് 5 ലക്ഷം എന്ന് എഴുതിയാൽ നിങ്ങൾ പറയുക ഏതാ ബെറ്റർ? ക്യാപിറ്റൽ ലയബിലിറ്റി ആണ്. ലയബിലിറ്റി കൂടുന്ന ഒരു സംഭവം നടന്നതെന്നുള്ളത് മനസ്സിലായി, കാരണം ക്രെഡിറ്റ് സൈഡിൽ എഴുതിയേക്കുന്നത്. എന്തുകൊണ്ടാണ് കൂടിയത്? എനിക്ക് എൻ്റെ ഓണറിന്റെ കയ്യിൽ നിന്ന് കാശ് കിട്ടി. എത്ര കിട്ടി? 5 ലക്ഷം രൂപ കിട്ടി. ഇങ്ങനെ ഇവിടെ നോക്കുമ്പോൾ ഇതെല്ലാം വിട്ടേക്ക്, ഇത് നിങ്ങൾ കണ്ടിട്ടില്ല എന്ന് വിചാരിക്കുക. നിങ്ങൾ നേരെ പോയി കാണുന്ന ഒരു ലെഡ്ജറാന്ന് വിചാരിക്കുക. ആ ലെഡ്ജർ എടുത്ത് നോക്കുന്ന നിങ്ങൾക്ക് അവിടുന്ന് തന്നെ എന്ത് കിട്ടണം? ഇൻഫർമേഷൻ കിട്ടണം. എന്ത് ഇൻഫർമേഷൻ കിട്ടുക? എന്താ കഥ നടന്നേന്നുള്ള ഇൻഫർമേഷൻ കിട്ടണം. സാറേ അതെങ്ങനെ മനസ്സിലാക്കുന്നത്? ഇവിടെ മാത്രം നിങ്ങൾ നോക്ക്. ക്യാപിറ്റൽ അക്കൗണ്ട് ലയബിലിറ്റി ആണെന്ന് അറിയാം. അത് കൂടുന്ന ഒരു സംഭവമാണെങ്കിൽ അത് ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്നതെന്ന് അറിയാം. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ക്രെഡിറ്റ് സൈഡിൽ ഒരു സാധനം എഴുതി വെച്ചിട്ടുണ്ട്, അപ്പോൾ ലയബിലിറ്റി കൂടുന്ന ഒരു കഥയാണെന്ന് എനിക്ക് മനസ്സിലായി. ഇനി അടുത്ത് ഞാൻ ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് ലയബിലിറ്റി കൂടിയത്? ബൈ ക്യാഷ്. ക്യാഷോ? ഓ, അപ്പൊ കാശ് കിട്ടി 5 ലക്ഷം രൂപ. അതുകൊണ്ട് എനിക്ക് തിരിച്ചു കൊടുക്കണം. അത് ഓണറിന്റെ കയ്യിൽ നിന്നാണ് കിട്ടിയത്. അതുകൊണ്ട് ലയബിലിറ്റി ആണ്, ക്യാപിറ്റൽ എന്ന് പറഞ്ഞത്. ക്ലിയർ ആണോ? അപ്പൊ ഇങ്ങനെ എഴുതിയാലും 5 lakh തന്നെയാണ് രണ്ടിടത്തും എഴുതുന്നത്. പക്ഷെ ഇൻഫർമേഷൻ ബെറ്റർ ഏതാ? സോ അതെങ്ങനെ ഓർക്കണം? സിമ്പിൾ. ഏത് അക്കൗണ്ട് ആണോ വരയ്ക്കുന്നത്
ആ അക്കൗണ്ടിനെ ജേണൽ എൻട്രിയിൽ എന്താ ചെയ്തേക്കുന്നത് നോക്കുക. ജേണൽ എൻട്രി എന്താ ചെയ്തേക്കുന്നത്? ക്രെഡിറ്റ്. അപ്പൊ നമ്മൾ ആ ലെഡ്ജർ വരയ്ക്കണം. ലെഡ്ജർ വെച്ചു. അടുത്ത് എന്ത് ചെയ്യണം? ഏത് സൈഡിൽ എഴുതണം എന്നല്ലേ ഡൗട്ട്? ആ ഡൗട്ട് വളരെ സിമ്പിളാ. ലോജിക് ആയിട്ടുള്ളത് ഞാൻ പറഞ്ഞു തന്നു. ഇനി ഓർക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാം. ക്യാപിറ്റലിനെ ക്രെഡിറ്റ് അല്ലേ എഴുതേക്കുന്നത്. അപ്പൊ പേന ക്രെഡിറ്റ് സൈഡിന്റെ അവിടെ കൊണ്ട് പോയിന്റ് ചെയ്ത് വെക്കണം. ഇനി അടുത്ത ചോദ്യം വരും, സാറേ അവിടെ എന്താ എഴുതണ്ടേ? ആ അക്കൗണ്ടിന്റെ കാര്യം എഴുതിയിട്ട് കാര്യമില്ല. അതൊഴിച്ച് മറ്റേ കാര്യങ്ങളെല്ലാം അവിടെ എഴുതണം. സോ ഇവിടെ ഇതിനെപ്പറ്റി എഴുതിയിട്ട് കാര്യമില്ല. എന്തിനെ പറ്റിയിട്ട് തന്നെ എഴുതണം? ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ബൈ ക്യാഷ് എന്ന് തന്നെ എഴുതണം. ഇവിടെ എനിക്ക് ഒരു ചെറിയ ബുദ്ധിമുട്ടുള്ളത് ആസ് പെർ ഫോർമാറ്റ്. ഇവിടെ നമ്മൾ ഞാൻ പണ്ട് എഴുതി പഠിച്ചാൽ അറിയാതെ ബൈ മിസ്റ്റേക്ക് ബൈ ക്യാഷ് എന്ന് തന്നെ എഴുതി പഠിച്ചേക്കുന്നത്. കാരണം ഈ പറയുന്ന ലെഡ്ജർ ഫോർമാറ്റിനകത്ത് നമ്മൾ ബൈ എന്ന് പറഞ്ഞ ഇവിടെ എഴുതാറുണ്ട്. സോ ബൈ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ സാധനം അതുപോലെ എഴുതുന്നു എന്നുള്ള രീതിയിലാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ആസ് പെർ ഫോർമാറ്റ് അങ്ങനെയല്ല. കാരണം ഇവിടെ ഡെബിറ്റ് എന്ന് എഴുതി വെക്കുന്നതുകൊണ്ട് ഇവിടെ ബൈ എന്ന് എഴുതുന്നില്ല. ഇവിടെ ക്രെഡിറ്റ് നമ്മൾ എഴുതാറുമില്ല. സോ ഇങ്ങനെയാണ് ഇപ്പൊ ജേണലിന്റെ ഫോർമാറ്റ് കിടക്കുന്നത്. ബൈ ദാറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ എഴുതാറില്ല. പകരം അക്കൗണ്ട് ഡെബിറ്റ് എന്ന് പറഞ്ഞ് ഇവിടെ എഴുതിയിട്ട് ഇപ്പോഴത്തെ ടു ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് എഴുതുന്നുണ്ട്. ഇവിടെ ടു എന്ന് എഴുതുന്നുണ്ട്. ഇവിടെ നമ്മൾ ക്രെഡിറ്റ് എന്ന് പറഞ്ഞ് എഴുതുന്നുമില്ല. അപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെ തന്നെ പഠിച്ചു ഇപ്പം. പറഞ്ഞിട്ട് എനിക്ക് തന്നെ പറയണ്ടേ. ചെറിയൊരു ഡിസഗ്രിമെന്റ് ഉണ്ട് ഇതില്. ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് അത് ടേക്കപ്പ് ചെയ്തിട്ട് അതൊന്ന് മാറ്റിയെടുക്കാൻ പറ്റുന്നുള്ളൂ. പക്ഷെ ഐ ഡോണ്ട് നോ. പണ്ട് തൊട്ട് ഉണ്ടാക്കിയതായതുകൊണ്ട് നമ്മളത് പറയാൻ പോകുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല. റൈറ്റ്. ശരി. അപ്പൊ ഇവിടെ ബൈ ക്യാഷ് എന്ന് പറഞ്ഞ് എഴുതി. ശരി. അപ്പൊ ക്യാപിറ്റൽ അക്കൗണ്ട് കഴിഞ്ഞു. നമുക്കിനി ക്യാഷ് അക്കൗണ്ടിനെ പറ്റി ചിന്തിക്കാം. ക്യാഷ് അക്കൗണ്ട് കൂടി 5 കൂടി സോറി ക്യാഷ് അക്കൗണ്ട് കൂടി. അപ്പൊ 5 കൂടി എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. ശരിയല്ലേ? 5 കൂടുന്നതാണെങ്കിൽ ക്യാഷിന്റെ ബാലൻസ് ഡെബിറ്റാ, കൂടുന്ന കാര്യങ്ങൾ ഡെബിറ്റ് സൈഡിൽ എഴുതണമെന്ന് നിങ്ങൾക്കറിയാം. അപ്പൊ ഇവിടെ 5 എഴുതണമെന്ന് അറിയാം. പക്ഷെ ഞാൻ പറഞ്ഞത് ഇത് വെറും നമ്പറാണ്. നമുക്കൊരു ഇൻഫർമേഷനും കിട്ടുന്നില്ല. ആ ഇൻഫർമേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് ജേർണലിൽ നിന്ന് ലെഡ്ജറിലോട്ട് കൊണ്ടുവരണം അല്ലേ? ജേർണലിലോട്ട് വാ. നമ്മൾ പഠിച്ച റൂൾ എന്താ? റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് അക്കൗണ്ടാണ് വരച്ചേക്കുന്നത്? ക്യാഷ് അക്കൗണ്ട്. ആ ക്യാഷ് അക്കൗണ്ടിനെ ജേർണലിനകത്ത് എന്താ ചെയ്തേക്കുന്നത്? ഡെബിറ്റാ ചെയ്തേക്കുന്നത്. അപ്പൊ പേന എവിടെ കൊണ്ട് വെക്കണം? ഡെബിറ്റ് സൈഡിൽ വെക്കണം. ശരി, വെച്ചു. അവിടെ എന്ത് എഴുതണം? അവിടെ അതിനെപ്പറ്റി എഴുതിയിട്ട് എന്നാ കാര്യം? ക്യാഷ് അക്കൗണ്ടിൽ ക്യാഷ് വന്നു എന്ന് പറഞ്ഞാൽ എന്ത് കാര്യം? ചോദ്യം ക്യാഷ് എന്തിനാ വന്നേ? ഓ, ക്യാപിറ്റൽ തന്നതാ. അപ്പൊ ഞാനിവിടെ ടു ക്യാഷ് എന്ന് പറഞ്ഞിട്ട് എഴുതിയെന്ന് വിചാരിക്കുക. ടു ക്യാഷ് എന്ന് പറഞ്ഞാൽ 5 ലക്ഷം എഴുതി. എനിക്ക് ഇതും കൊണ്ട് യാതൊരു എക്സ്ട്രാ ഇൻഫർമേഷൻ കിട്ടുന്നില്ല. മറിച്ച് ഞാൻ ടു ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് 5 ലക്ഷം രൂപ എഴുതിയാൽ 5 ലക്ഷം രൂപ എഴുതിയാൽ അതിന്റെ അർത്ഥം എന്താ? ഞാൻ ഈ അക്കൗണ്ട് മാത്രമേ കാണുന്നുള്ളൂ. ഈ അക്കൗണ്ട് കാണുമ്പോൾ എന്റെ കയ്യിലുള്ള കാശ് കൂടി. എങ്ങനെയാ കൂടിയത്? എനിക്ക് ക്യാപിറ്റൽ കിട്ടി. അങ്ങനെ 5 ലക്ഷം രൂപ കൂടി. ഇതല്ലേ കുറച്ചുകൂടെ ബെറ്റർ? യെസ് ഓർ നോ? അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോഴും ഈ രീതിയിൽ മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ? നമുക്കിപ്പോ കഥ മുന്നോട്ട് കൊണ്ടുപോവേ. നമ്മുടെ കയ്യിൽ ഇപ്പൊ എത്ര ക്യാഷ് ഉണ്ട്? നമ്മുടെ കയ്യിൽ ഇപ്പൊ എത്ര ക്യാഷ് ഉണ്ട്? 5 ലക്ഷം രൂപയുണ്ട്. എങ്ങനെ വന്നേ? ക്യാപിറ്റൽ കൊണ്ടുവന്നായിരുന്നു. അപ്പൊ 5 ലക്ഷം രൂപയുണ്ട്. നമുക്ക് ആർക്കെങ്കിലും തിരിച്ചു കൊടുക്കാനായിട്ടുണ്ടോ? ഉണ്ട്, കൊടുക്കാനായിട്ടുണ്ട്. എത്ര കൊടുക്കണ്ടേ? 5 ലക്ഷം രൂപ തിരിച്ചു കൊടുക്കാനായിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു, ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞ സാധനം അതിൽ എന്താണ് എഴുതേണ്ടത്? നമുക്ക് ക്യാപിറ്റൽ ആയിട്ടുള്ള ലയബിലിറ്റീസ് ഒക്കെ അല്ലെ ഔട്ട്സൈഡ് ലയബിലിറ്റീസ് ഒക്കെ അതൊക്കെ ഈ സൈഡിൽ വേണം എഴുതാൻ. അത് റൂളാണ്. ഞാൻ പറഞ്ഞല്ലേ. ഇപ്പുറത്താണ് അസറ്റുകൾ എഴുതേണ്ടത്. ഇപ്പൊ എനിക്കൊരു ക്യാപിറ്റൽ വന്നിട്ടുണ്ട്. എത്രയാണ് എന്റെ ക്യാപിറ്റൽ? നമുക്കൊരു ബാലൻസ് ഷീറ്റ് കൂടെ ഇവിടെ വൃത്തിക്ക് എഴുതാം. ചുമ്മാ നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ദേ ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ബാലൻസ് ഷീറ്റ് വരയ്ക്കാൻ പോണേ. ബാലൻസ് ഷീറ്റിനകത്ത് ഞാൻ എന്താണ് എഴുതേണ്ടത്? എന്റെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് എനിക്ക് തിരിച്ചെത്ര കൊടുക്കണം? 5 ലക്ഷം കൊടുക്കണം. സാറേ ആ ഇൻഫർമേഷൻ എവിടുന്ന് കിട്ടി? അതിന്റെ കഥ എഴുതിയ സ്ഥലം ഏതാ? ഇവിടെ. അവിടെ ക്രെഡിറ്റിൽ എത്രയാണ് കിടക്കുന്നത്? 5 ആണ് കിടക്കുന്നത്. കാരണം തിരിച്ചു കൊടുക്കുന്നതിന്റെ ബാലൻസ് ക്രെഡിറ്റ് ബാലൻസ്. അപ്പൊ 5 ആണ് അവിടെ കിടക്കുന്നത്. ഓക്കെ. സാറേ, സാറല്ലേ പറഞ്ഞ ബാലൻസ് ഷീറ്റ് ടാലി ആവുന്നൊക്കെ. ഇപ്പൊ ടാലി അല്ലല്ലോ. എടാ കഥ മൊത്തം എഴുതിയില്ലല്ലോ നീ. ഇപ്പൊ നിന്റെ കയ്യിൽ എന്തുകൂടെ ഉണ്ട്? ക്യാഷ്, അസറ്റ്. അസറ്റ് അപ്പുറത്തെ സൈഡിലല്ലേ എഴുതുന്നത്. എത്ര കൂടെ അസറ്റ് ഉള്ളത്? 5 ലക്ഷം. സാറേ സാറിന് അതെങ്ങനെ മനസ്സിലായി? എടാ അതിന്റെ കഥ എഴുതിയ സ്ഥലം ഏതാ? ക്യാഷ് അക്കൗണ്ട്. അവിടെ ഡെബിറ്റ് സൈഡിൽ എത്ര കിടക്കുന്നത്? 5 ലാക്ക്. അപ്പൊ എന്റെ കയ്യിൽ എത്ര രൂപയുണ്ട്? 5 ഉണ്ട്. അപ്പോ ഒരു ബിസിനസ്സുകാരൻ ഇവിടെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അവന് മനസ്സിലാവുന്നുണ്ട് അവന് തിരിച്ച് 5 ലക്ഷം രൂപ ക്യാപിറ്റൽ കൊടുക്കണം. ആ ബിസിനസ് നോക്കുമ്പോഴത്തേക്ക് അവന്റെ ഓണറിന് അവൻ 5 ലക്ഷം രൂപ തിരിച്ചു കൊടുക്കാനായിട്ടുണ്ട്. ഓണർ നോക്കുമ്പോൾ കണക്കിനകത്ത് കൃത്യമായിട്ട് അവൻ എത്രയാണ് ഈ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തതെന്നുള്ളത് അറിയാൻ പറ്റുന്നുണ്ട്. ബിസിനസ് നോക്കുമ്പോൾ അവന്റെ കയ്യിൽ എത്ര ക്യാഷ് ഉണ്ട്? 5 ലക്ഷം രൂപയുണ്ട്. ഇതിനെയാണ് ബാലൻസ് ഷീറ്റ് ടാലി ആവെന്ന് പറഞ്ഞത്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു സമയത്തും ഒരു ബിസിനസ്സിന് അവന്റെ ലയബിലിറ്റി കൊടുത്തു തീർക്കാൻ തത്തുല്യമായ അസറ്റുകൾ അവന്റെ കൈവശം കാണും. ഇതാണ് അതിന്റെ അർത്ഥം. അല്ലാതെ ചുമ്മാ ഡെബിറ്റ് ഈസ് ഈക്വൽ ടു ക്രെഡിറ്റ് അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ് ഈസ് അങ്ങനെ പർപ്പസ് മനസ്സിലാക്കുക. ഒരു ബിസിനസ്സിന് തുടങ്ങുന്ന ഫസ്റ്റ് ഡേ തന്നെ ഇനി അങ്ങോട്ട് എപ്പോൾ പോയാലും അവന് കൊടുത്തു തീർക്കാനുള്ള ലയബിലിറ്റീസിന് തത്തുല്യമായ അസറ്റുകൾ അവന്റെ കൈ കാണും. അസറ്റുകൾ ക്യാഷ് ആയിട്ട് തന്നെ കാണണമെന്ന് നിർബന്ധമില്ല. കാരണം നമ്മളിപ്പോ കഥ ഇപ്പം മാറ്റാൻ പോവാ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും
അപ്പൊ ഇപ്പൊ ഞാൻ ബാലൻസ് ഷീറ്റ് വരച്ചു കഴിഞ്ഞാൽ ബാലൻസ് ഷീറ്റ് ടാലീഡ് ആണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ബാലൻസ് ഷീറ്റ് ടാലി ആവുക എന്ന് പറയുന്നത് ഒരു അത്ഭുതമല്ല. അത് റൂള് ഫോളോ ചെയ്യുന്നത് കൊണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നതാണ്. ഇപ്പൊ ഞാൻ ഇതിനെ അപ്പുറത്ത് കൊണ്ട് എഴുതി, ഇതിനെ ഇപ്പുറത്ത് കൊണ്ട് എഴുതിയാലും ബാലൻസ് ഷീറ്റ് ടാലി ഇടാം. പക്ഷെ നമ്മൾ എഴുതാത്തതിന്റെ കാരണം റൂളിൽ ഇപ്പുറത്താണ് ലയബിലിറ്റീസ് എഴുതേണ്ടത്, റൈറ്റ് സൈഡിൽ ആണ് നമ്മൾ എന്ത് എഴുതേണ്ടത്, അസറ്റുകൾ എഴുതേണ്ടത്. എനിക്ക് തിരിച്ചെഴുതാൻ ആഗ്രഹം കാണും, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ ആഗ്രഹങ്ങൾക്ക് ഇവിടെ പ്രസക്തിയില്ല. റൂള് ഫോളോ ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ ആയിരിക്കണം നമ്മൾ, അത്രമാത്രം ഓർത്താൽ മതി. ക്ലിയർ? ശരി സാറേ, ക്യാഷ് ഇപ്പൊ നമ്മുടെ 5 ലക്ഷം ഉണ്ട്. നമുക്ക് അതുകൊണ്ട് ആ സാലറി ഒന്ന് കൊടുത്താലോ? സാലറി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 5 ലക്ഷം അല്ലേ, നമുക്ക് നമ്മുടെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമുക്കൊരു 50,000 രൂപയുടെ സാലറി കൊടുക്കാം. സാലറി കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലേ, ഫസ്റ്റ് നമുക്ക് ഇവിടെ അല്ല എഴുതേണ്ടത് കഥ, ഫസ്റ്റ് നമുക്ക് ജേണലാണ് എഴുതണ്ടേ. സാലറി കൊടുത്തു എന്നുള്ളത് എഴുതണം. ശരി, സാലറി കൊടുത്തു എന്നുള്ളതിനെ പറ്റി സാറ് പറ, നമുക്കൊരു ജേണൽ എഴുതാം. 2 അക്കൗണ്ടുകൾ വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ മിനിമം. ശരി, സാലറി എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ടിലെ എക്സ്പെൻസ് അല്ലേ, 2 കൊടുത്ത ക്യാഷ് ആയിട്ടല്ലേ, കൊടുക്കുന്ന 50,000 അല്ലേ, അപ്പൊ ക്യാഷ് അടുത്ത അക്കൗണ്ടല്ലേ അസറ്റ്. അപ്പൊ 2 അക്കൗണ്ടുകൾ കിട്ടിയിട്ടില്ലേ, ഏതാണ് പേരുകൾ? സാലറി, ക്യാഷ്. ഞാൻ ആദ്യമേ എഴുതുന്നു ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സാലറി 50,000 എന്ന് പറഞ്ഞ് ഞാൻ എഴുതുന്നു. എത്ര എഴുതുന്നേ? 50,000. ചോദ്യം, ഞാൻ എഴുതിയത് ശരിയാണോ? റൂൾ നോക്കണം. റൂളിനകത്ത് ഫസ്റ്റ് വൺ ക്യാഷ് അസറ്റ് ആണ്, അസറ്റിന്റെ ബാലൻസ് ഡെബിറ്റ് ആണ്. കാശ് കൂടിയോ കുറഞ്ഞോ? 5 ലക്ഷം രൂപ 50,000 കൊടുത്താൽ കാശ് കുറഞ്ഞു. കുറയുവാണെങ്കിൽ ഡെബിറ്റ് ബാലൻസ് ഉള്ള അക്കൗണ്ടിനെ കുറയ്ക്കാൻ വേണ്ടി ഓപ്പോസിറ്റ് ചെയ്യേണ്ടത്, ക്രെഡിറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ജേണൽ എൻട്രി ഞാൻ ക്രെഡിറ്റാ ചെയ്യേണ്ടത്, പക്ഷെ ഞാനിവിടെ എന്താ ചെയ്തേക്കുന്നത്? ഡെബിറ്റാ ചെയ്തത്. അപ്പൊ ഉത്തരം തെറ്റിയില്ലേ? ഇത് തെറ്റാണ്. അപ്പൊ സാറേ എന്താ എഴുതണ്ടേ? അപ്പൊ പിന്നെ ഓപ്പോസിറ്റ് അങ്ങനെയല്ല നമ്മൾ പഠിക്കണ്ടേ. ശരി, ഓപ്പോസിറ്റ് തന്നെ ആൻസർ, പക്ഷെ നമ്മൾ അവിടെയും ലോജിക് അപ്ലൈ ചെയ്യുക. ക്യാഷ് അക്കൗണ്ട് അല്ല, സാലറി ഒരു ചെലവാണ്. ചെലവ് കൂടുവാണെങ്കിൽ ചെലവിന്റെ ബാലൻസ് ഡെബിറ്റാ, കൂട്ടാൻ വേണ്ടി ഡെബിറ്റ് ചെയ്യണം. ക്യാഷ് അസറ്റാ, അസറ്റ് കുറയാൻ വേണ്ടി ഓപ്പോസിറ്റ് കാര്യം ഡെബിറ്റ് അല്ല ക്രെഡിറ്റ് ചെയ്യും. ഇതാണ് ജേണൽ എൻട്രി. സാറേ, ഇത് എഴുതിയതിന്റെ ഗുണം എന്താ? നമ്മൾ നേരെ ലെഡ്ജറിലോട്ട് കഥ അപ്ഡേറ്റ് ചെയ്യുക. കാരണം എന്നെ സംബന്ധിച്ച് ഇവിടെയാണ് രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നത്. ഈ രഹസ്യങ്ങൾ മാറണമെന്നുണ്ടെങ്കിൽ അത് മാറ്റാൻ വേണ്ടി എഴുതുന്ന കാര്യമാണ് ജേണൽ. അപ്പൊ ഇവിടെ ഒരു ഫിഗർ, നമ്മുടെ ലെഡ്ജറിൽ ഒരു ഫിഗർ വരണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ പോകണമെന്നുണ്ടെങ്കിലോ നമ്മൾ അതിന് എന്ത് ചെയ്യണം? ജേണൽ എഴുതിയിരിക്കണം. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കൊരു കാർ ഉണ്ടെന്ന് വിചാരിക്കുക. കാർ നമുക്ക് സ്റ്റിയറിംഗും ഉണ്ട്, ലെഫ്റ്റിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ലെഫ്റ്റിലോട്ട് തന്നെ തിരിക്കണം. ആഗ്രഹിച്ചാൽ മാത്രം പോരാ. റൈറ്റിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ റൈറ്റിലോട്ട് സ്റ്റിയറിംഗ് തിരിക്കണം. ആഗ്രഹിച്ചാൽ മാത്രം പോരാ. അതുപോലെ തന്നെ ക്യാഷ് അക്കൗണ്ടിൽ ഒരു ഫിഗർ വരണമെന്നുണ്ടെങ്കിൽ ഞാൻ ആഗ്രഹിച്ചാൽ മാത്രം പോരാ, അതിന് ജേണൽ എഴുതണം കറക്റ്റ് ആയിട്ട്. ഞാൻ എഴുതുന്ന ജേണൽ തെറ്റിപ്പോയി കഴിഞ്ഞാൽ എന്റെ ഉത്തരങ്ങൾ മൊത്തം മാറും. അപ്പൊ ഞാൻ ഇവിടെ വെട്ടിയിട്ടേക്കുന്ന സാധനം നമുക്ക് ഇത് ആദ്യമേ ചർച്ച ചെയ്യാം. ഓക്കെ, നമ്മുടെ ആഗ്രഹം എന്താ? നമ്മുടെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ലക്ഷം രൂപ ഉള്ള ക്യാഷ് അക്കൗണ്ടിൽ നിന്ന് 50,000 പോയി. നമുക്കിപ്പോ ജേണൽ എഴുതിയില്ലെങ്കിലും നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റും. 5 ലക്ഷം രൂപയിൽ നിന്ന് 50,000 പോയി കഴിഞ്ഞാൽ ബാലൻസ് ക്യാഷ് 4.5 കാണാൻ പാടുള്ളൂ. ശരിയല്ലേ? അപ്പൊ നിന്റെ ഈ ലെഡ്ജർ, ഈ ക്യാഷിനെ റിലേറ്റ് ചെയ്ത് വരച്ചേക്കുന്ന ക്യാഷ് ലെഡ്ജറിൽ ആ സത്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. ഇപ്പൊ സത്യം നോക്കിക്കഴിഞ്ഞാൽ 5 ലക്ഷം രൂപ ഉണ്ടെന്നാ, പക്ഷെ നമുക്കറിയാം 5 ലക്ഷം അല്ല നമ്മുടെ ഉള്ളത്. ആ കണക്കൂടെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം, എന്നാലേ ഫിഗർ കുറയത്തുള്ളൂ അല്ലേ? അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാരണവശാലും ഞാൻ ഇവിടെ ടു ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ഞാൻ 50,000 എഴുതി കഴിഞ്ഞാൽ എന്റെ കണക്കിനകത്ത് ഇപ്പൊ വന്നേക്കുന്ന 5,50,000 രൂപയുടെ കാശ് എന്റെ കയ്യിൽ ഉണ്ടെന്നാ. അതെങ്ങനെയാടാ ശരിയാവുന്നേ? തെറ്റാണ്. കാരണം എന്താ? ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഈ ജേണൽ എൻട്രിയിൽ നോക്ക്, ക്യാഷ് അക്കൗണ്ടിനെ ഞാൻ ഡെബിറ്റ് ചെയ്തുകൊണ്ട് ഡെബിറ്റ് സൈഡിൽ ഞാൻ അതേ സാധനം എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തന്നെ ശുദ്ധ മണ്ടത്തരാ. ശരിയല്ലേ? അപ്പൊ ഈ ജേണൽ എൻട്രി മൊത്തം പൊട്ടത്തെറ്റാ. നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ പോകും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ ക്യാഷിനെ നമുക്ക് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ, നമുക്ക് 5 ലക്ഷം കുറയണമെന്നുണ്ടെങ്കിൽ അതിനെ ക്രെഡിറ്റാ ചെയ്യേണ്ടത്. അവിടെ എന്ത് എഴുതണം? ആസ് പെർ നമ്മുടെ റൂൾ നമ്മൾ അവിടെ എന്താ എഴുതണ്ടേ? നമ്മൾ ക്യാഷ് എന്ന് എഴുതിയിട്ട് കഥ നമുക്ക് മനസ്സിലാകത്തില്ല. എങ്ങനെയാ കാശ് പോയത്? സാലറി കൊടുത്തോണ്ട്. എത്ര സാലറി കൊടുത്തേക്കുന്നത്? 50,000. ശരിയല്ലേ? നിങ്ങൾ നോക്കുക, നമ്മൾ പഠിച്ച റൂൾ എന്താ? ക്യാഷ് അക്കൗണ്ടിനെ വരച്ചു കഴിഞ്ഞാൽ വരച്ചു, അവിടെ ഏത് സൈഡാണ് തീരുമാനിക്കുന്നത് അതിനെ എന്ത് ചെയ്തു നോക്കുക, ക്രെഡിറ്റ് ചെയ്ത പേന ക്രെഡിറ്റ് സൈഡിൽ കൊണ്ടുപോകും. അവിടെ എന്ത് എഴുതണം? അതല്ലാത്ത ബാക്കി സാധനം എഴുതണം. ബൈ സാലറി 50%. ശരിയല്ലേ? അപ്പൊ സാറേ എന്താ സംഭവിച്ചേ? 5 ലക്ഷം രൂപയുടെ കാശ് വന്നു, 50,000 പോയി. 5 വന്നു, 50 പോയി. നെറ്റ് ഇതിനകത്ത് ഇപ്പൊ എത്ര കിടക്കുന്നത്? 4.5. സത്യവാദ കിട്ടുന്നുണ്ട്. 5 ലക്ഷം രൂപയിൽ 50,000 കൊടുത്തു കഴിഞ്ഞാൽ എത്ര കിട്ടുന്നത്? 4.5 അല്ലേ? അപ്പൊ ഇത് ഇങ്ങനെ വൃത്തിക്ക് എഴുതിയപ്പോഴത്തേക്ക് നമുക്ക് കൃത്യമായി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും 5 വന്നു, 50 പോയി, 4.5 മിച്ചമുണ്ട്. ബാലൻസ് ഷീറ്റ് നോക്കാം. ബാലൻസ് ഷീറ്റിനകത്ത് ഞാൻ പറഞ്ഞത് കാശ് എൻ്റെ 5 ഉണ്ടെന്നല്ലേ? ഇല്ല, ഇപ്പൊ കാശ് 5 അല്ല. ഇപ്പൊ കാശ് എത്രയേ ഉള്ളൂ? 4.5 ഉള്ളൂ. സാറേ, അപ്പൊ സാറല്ലേ പറഞ്ഞത് ബാലൻസ് ഷീറ്റ് ടാലി ആവുന്നു? ടാലി ആയിട്ടില്ലല്ലോ. വെയിറ്റ്, അതാണ് ഇഷ്യൂ.
ടാലി ആയിട്ടില്ല. കാരണം എന്താ? നമ്മൾ കറക്റ്റ് ആയിട്ടല്ല ചെയ്തേക്കുന്നത് ഇതുവരെ. ഇനിയും ചെയ്യാനായിട്ടുണ്ട്. ഇതുവരെ ചെയ്ത ഓക്കെയാണ്. ഇനിയും ചെയ്യാനായിട്ടുണ്ട്. സാർ എന്താ ഈ പറയണേ? നമുക്ക് നോക്കാം. 2 അക്കൗണ്ട് അല്ലേടാ കഥയിലുള്ളെ. അതിൽ ഒരു അക്കൗണ്ടല്ലേ നീ ചെയ്തിട്ടുള്ളൂ. മറ്റേ അക്കൗണ്ട് കൂടെ ചെയ്യണ്ടേ? മറ്റേ അക്കൗണ്ട് ഏതാ? സാലറി. സാലറിയുടെ ലെഡ്ജർ വരയ്ക്കണ്ടേ? വരച്ചല്ലോ. സാറേ അവിടെ ഏത് സൈഡിലാ എഴുതണ്ടേ? ഡെബിറ്റ് ചെയ്യണം. സാറേ അത് സാർ അങ്ങനെ കള്ളത്തരം പറഞ്ഞോണ്ടല്ലേ? അല്ല അങ്ങനല്ല. നമ്മൾ റൂൾ പഠിച്ചല്ലോ. സാലറി, ഡെബിറ്റ് ബാലൻസ് കൂടുവാണോ ചെയ്യുന്നത് കുറയാണോ ചെയ്തത്? കൂടി. കൂടുവാണെങ്കിൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ശരി. അപ്പൊ ഡെബിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. ക്രെഡിറ്റ് സൈഡിലല്ല എഴുതണ്ടേ? ശരി. അവിടെ എന്താ എഴുതണ്ടേ? അവിടെ ബൈ സാലറി എന്ന് പറഞ്ഞ് എഴുതിയിട്ട് കാര്യമില്ലല്ലോ. അവിടെ നമ്മൾ എഴുതാൻ പോകുന്നത് എന്താ? ടു ക്യാഷ്. എത്ര മക്കളെ? 50,000. ക്ലിയർ? അപ്പൊ സാലറിക്കകത്ത് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഒരു ചെലവുണ്ട്. എത്ര രൂപയുടെ ചെലവ്? 50,000. അതുകൊണ്ട് ഞാൻ മറന്നു പോയാലും കുഴപ്പമില്ല. എന്റെ ലെഡ്ജറിനകത്ത് കഥ കിടപ്പുണ്ട്. ലെഡ്ജറിനകത്ത് കഥ എത്ര കിടക്കുന്നേ? ക്യാഷ് കൊടുക്കാനായിട്ട് ക്യാഷ് കൊടുത്തു. എത്ര കൊടുത്തേക്കുന്നേ? 50,000 രൂപ കൊടുത്തിട്ടുണ്ട്. അതവിടെ കറക്റ്റ് ആയിട്ടുണ്ട്. ഞാൻ മറന്നു പോയാലും കുഴപ്പമില്ല. കണക്ക് എഴുതി കഴിഞ്ഞാൽ വൃത്തിക്ക് അവിടെ കിടന്നോളും. സാറേ അപ്പോഴും ബാലൻസ് ഷീറ്റ് ടാലി ആയിട്ടില്ലല്ലോ. കാരണം എന്താ? ബാലൻസ് ഷീറ്റ് വരച്ച് കഴിഞ്ഞാൽ ബാലൻസ് ഷീറ്റിനകത്ത് 5,00,000 രൂപ ക്യാപിറ്റൽ തിരിച്ചു കൊടുക്കാനായിട്ടുണ്ട്. സത്യവാ. അതിന്റെ ഉത്തരം എവിടുന്ന് കിട്ടും? ക്യാപിറ്റലിന്റെ ലെഡ്ജർ നോക്ക് 5,00,000 കൊടുക്കാനായിട്ടുണ്ട്. ക്യാഷ് 4.5 ഉള്ളൂ. അതിന്റെ ഉത്തരം എങ്ങനെ കിട്ടി? സാറേ 4.5 എന്ന് പറഞ്ഞ് നമ്മൾ തൊട്ട് മുന്നേ കാണിച്ചായിരുന്നു. ആ 4.5 എന്ന് പറഞ്ഞ ഉത്തരം കിട്ടി. സാറേ അപ്പൊ ബാലൻസ് ഷീറ്റ് ടാലി അല്ലല്ലോ? അല്ല. സാർ എന്ത് ഈ പറഞ്ഞു വരുന്നത്? ഒരു ബിസിനസ്സിന് 4 സാധനങ്ങളുണ്ട്. എക്സ്പെൻസ്, ഇൻകം, ആസെറ്റ്, ലയബിലിറ്റി. ആസെറ്റ് ലയബിലിറ്റി ബാലൻസ് ഷീറ്റിൽ കാണിക്കും. എക്സ്പെൻസും ഇൻകവും എവിടെ കാണിക്കണം? പ്രോഫിറ്റ് ഓർ ലോസ്. ഒരു എക്സ്പെൻസ് ഉണ്ട്. നീ അതിനെപ്പറ്റി എവിടെയെങ്കിലും കാണിച്ചോ? ഇല്ല. അപ്പോൾ ബാലൻസ് ഷീറ്റ് വരയ്ക്കുന്ന പോലെ തന്നെ നമ്മൾ എന്തും വരയ്ക്കണം? നമ്മളൊരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരയ്ക്കണം. ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനകത്തും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ പറയുന്ന എക്സ്പെൻസും ഇൻകം എഴുതണം. വേണ്ടേ? ശരി. അപ്പം ഇത് പി ആൻഡ് എൽ അക്കൗണ്ട്. അതും ഒരു ലെഡ്ജർ അക്കൗണ്ടാണ്. വരവ് ചെലവ് എഴുതി കഴിഞ്ഞ് ലാഭമാണോ നഷ്ടമാണെന്ന് അറിയാവുന്ന ഒരു ലെഡ്ജർ അക്കൗണ്ടാണ്. അതിനാണ് നമ്മളത് വരയ്ക്കുന്നത്. സാറേ അവിടെ പിള്ളേർ ഈ കാണാപ്പാഠം പഠിച്ചിട്ടുണ്ട്. അവിടെയും എക്സ്പെൻസ് വന്നു കഴിഞ്ഞാൽ ഡെബിറ്റ് സൈഡിൽ എഴുതണം, ഇൻകം വന്നു കഴിഞ്ഞാൽ ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. സാറിന് എങ്ങനെ മനസ്സിലായി? ഞാൻ ആദ്യമേ വരച്ച ഒരു പി ആൻഡ് എല്ലിനകത്ത് ഞാൻ കാണിച്ചായിരുന്നു എക്സ്പെൻസും ഇൻകം. സാറ് തലതിരിച്ച് എഴുതിയാലും കുഴപ്പമൊന്നുമില്ലല്ലോ. കുഴപ്പമൊന്നുമില്ല, ഉത്തരം കിട്ടും. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, റൂൾ ഓൾറെഡി അവർ എസ്റ്റാബ്ലിഷ് ചെയ്തു. അപ്പം നമ്മളത് തെറ്റിക്കാൻ പാടില്ല. സാറേ എപ്പോഴും ഇവിടെ എക്സ്പെൻസ് ഡെബിറ്റ് സൈഡിൽ വരുന്നു. സാറിന് എങ്ങനെ മനസ്സിലായത്? സിമ്പിളാടാ, സിമ്പിളാ. പറഞ്ഞുതരാം, നോക്കിക്കോ. സാലറി എന്ന് പറഞ്ഞ സാധനം നമ്മൾ വരയ്ക്കാനുണ്ടായതിന്റെ ഉദ്ദേശം എന്തായിരുന്നു? നമുക്ക് പലതവണ സാലറി കൊടുക്കുന്നതിന്റെ ഇൻഫർമേഷൻ ഒറ്റയടിക്ക് കാണണം. അപ്പം നമുക്ക് ആ കഥയും കൂടെ ഒന്നുകൂടെ ഡെവലപ്പ് ചെയ്യാം. ഞാൻ ഒരു തവണയും കൂടെ സാലറി കൊടുത്തു. അപ്പം ഇതേ ജേണൽ എൻട്രി ഒന്നുകൂടെ ഞാൻ എഴുതണ്ടേ? ഇതേ ജേണൽ എൻട്രി, ഒരു സെക്കൻഡ്, ഇതേ ജേണൽ എൻട്രി ഞാൻ ഒന്നുകൂടെ എഴുതി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്നുള്ളത് അനലൈസ് ചെയ്യാം. ക്യാഷ് എൻ്റെ കയ്യിൽ 4.5 ഉണ്ടായിരുന്നു. ഞാൻ ഒന്നും കൂടെ സാലറി കൊടുക്കുക. ഒന്നും കൂടെ സാലറി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെയും 50,000 പോവും. അപ്പൊ എൻ്റെ കയ്യിൽ 4,00,000 രൂപ ബാലൻസ് ഉള്ളൂ. അപ്പം ഞാൻ ഇവിടെ 4,00,000 രൂപ എഴുതുന്നു. ശരിയല്ലേ? ഇപ്പോഴും ബാലൻസ് ഷീറ്റ് ടാലി ആയിട്ടില്ല. ഇല്ല, ടാലി ആയിട്ടില്ല. എന്റെ ചെലവിന്റെ അക്കൗണ്ടിനകത്ത് സാലറി ഞാൻ ഇപ്പൊ എഴുതിയത് മാത്രമേ ഉള്ളെങ്കിൽ 2 ക്യാഷ് 50,000 ഉള്ളൂ. അപ്പൊ 50,000 ഉള്ളതാണ്. അല്ല, സത്യം അതല്ല. ഞാൻ ഒരു 50 കൂടെ കൊടുത്തു. അതുകൂടെ ഞാൻ എഴുതി. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, 50ഉം 50 ടോട്ടൽ ഞാനിപ്പോ എത്ര കൊടുത്തു കഴിഞ്ഞു? ഞാൻ 1,00,000 രൂപയുടെ സാലറി കൊടുത്തു കഴിഞ്ഞു. ആ ഇൻഫർമേഷൻ എനിക്ക് അതിന്റെ ലെഡ്ജറിൽ വന്നു കഴിഞ്ഞാൽ കിട്ടും. അപ്പൊ ഞാൻ എന്തിനാ ലെഡ്ജർ വരച്ചത്? ഞാൻ ആ കഥ ആദ്യമേ പറഞ്ഞു. എന്റെ ഉദ്ദേശം എന്താ? ഞാൻ ഇങ്ങനെ ഇവിടെ വന്നിട്ട് പി ആൻഡ് എല്ലിനകത്ത് സാലറി എന്ന് പറഞ്ഞാൽ 50, പിന്നെ 50, പിന്നെ 50 എന്നൊക്കെ പറഞ്ഞ് എഴുതി കഴിഞ്ഞാൽ വലിപ്പം കൂടും. ആ വലിപ്പം എനിക്ക് ആവശ്യമില്ല. എനിക്ക് ടോട്ടൽ ആൻസർ കിട്ടണം. ആ ടോട്ടൽ ആൻസർ എവിടെ നിന്ന് കിട്ടും? അതിന്റെ സാലറിയുടെ ലെഡ്ജർ വെച്ച് തന്നെ അവിടെ കിട്ടും. അവിടുന്ന് എനിക്ക് കിട്ടി. എത്രയാണ്? 1 lakh ആണ്. ഇപ്പൊ അത് ഏത് ലെഡ്ജറിനകത്താണ് കിടക്കുന്നത്? 1 lakh എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് ബാലൻസ് ഉള്ള സാധനം സാലറി അക്കൗണ്ടിനകത്താണ് കിടക്കുന്നത്, അല്ലേ? എനിക്ക് അവിടെ അല്ല അതിനെ ഇപ്പൊ കാണിക്കാൻ ആഗ്രഹം. അതിനെ മറ്റൊരു ലെഡ്ജറിലേക്ക് കൊണ്ടുവരാൻ എനിക്കൊരു ആഗ്രഹമുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചേ, ഇപ്പൊ ഏത് ലെഡ്ജറിനകത്ത് കിടക്കുന്നത്? സാലറി എന്ന് പറഞ്ഞ ലെഡ്ജറിനകത്ത് കിടക്കുന്നത്. അത് ഏത് ലെഡ്ജറിലോട്ട് വരണം? പി ആൻഡ് എൽ എന്ന് പറഞ്ഞ പേരുള്ള ലെഡ്ജറിലേക്ക് വരണം. ചുമ്മാതെ അത് വരില്ല. ഞാൻ പറഞ്ഞു, ഒരു ലെഡ്ജറിൽ ഒരു ഫിഗർ വരാനോ പോകണോ എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെഴുതണം? നമ്മൾ ജേണൽ എഴുതണം. ചുമ്മാതെ അത് വരില്ല. അപ്പം ഇതിനും ഒരു ജേണൽ എഴുതണം. ആ ജേണൽ എന്താ? നമുക്ക് ചിന്തിക്കാം. കാണാപ്പാഠം പഠിക്കണ്ട, ചിന്തിച്ചാൽ മതി. സാലറി എന്ന് പറഞ്ഞ ഡെബിറ്റ് ബാലൻസ് ഉള്ള അക്കൗണ്ട്, അവിടെ ഇപ്പൊ 1 lakh rupees കിടപ്പുണ്ട്. അതിൽ നിന്ന് ആ തുക മാറണം. മാറണമെന്ന് പറഞ്ഞാൽ സാലറിയുടെ ആ അക്കൗണ്ടിൽ നിന്ന് ആ പൈസ പോകണമെന്നുണ്ടെങ്കിൽ കുറയണം. സാലറി കുറയ്ക്കാൻ വേണ്ടി ക്രെഡിറ്റാണ് ചെയ്യേണ്ടത്. അപ്പം ഞാനൊരു ജേണൽ എൻട്രി എഴുതണം. ജേണൽ എൻട്രി എഴുതുമ്പം ടു സാലറി എന്ന് പറഞ്ഞ് എനിക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. അതും എത്ര എഴുതണം? 1 lakh. 50,000 എഴുതി കഴിഞ്ഞാൽ 50,000 പോകത്തുള്ളൂ. 1 lakh എഴുതിയാലേ ഫുൾ എമൗണ്ട് പോകത്തുള്ളൂ. ശരി സാർ, അപ്പം എന്തിനെയാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്? നമുക്കൊരു റൂളുണ്ട്. ആ റൂൾ ഞാൻ കാണിച്ചു തരാം. ആ റൂളിന് മുന്നേ വേണം ഇങ്ങനെ പഠിച്ചു. എങ്ങോട്ട് ഇത് പോകണ്ടേ? പി ആൻഡ് എല്ലിലേക്ക്. അപ്പൊ പി ആൻഡ് എൽ അക്കൗണ്ട് 50,000,
ഡെറ്റർ സോറി 50,000 അല്ലല്ലോ, തെറ്റിയല്ലോ, 1,00,000. നമുക്ക് റൂൾ ഉണ്ട്, നിങ്ങൾ പണ്ട് പഠിച്ചാണ്, ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ് എന്ന് പറഞ്ഞ P&L നോമിനൽ അക്കൗണ്ട് വരും. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചേ, ഈ ജേണൽ എൻട്രി ഞാൻ ഇട്ടു. എന്തിനാ ഞാൻ ഇട്ടെ? എൻ്റെ ആഗ്രഹം ഇവിടെ കിടക്കുന്ന ഈ 1,00,000 എവിടെ കിടക്കുന്ന സാലറി, അതെവിടെ വരണം? P&L ഇവിടെ വരണം, എക്സ്പെൻസ് ആയിട്ട് വരണം. എന്നാലേ ലാഭം നഷ്ടം അറിയാൻ പറ്റത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എഴുതിയത്. അത് വർക്ക് ചെയ്യുന്നുണ്ടെന്നോ? ഇതെങ്ങനെ പോസ്റ്റ് ചെയ്യുന്നത്? സാലറിയുടെ ലെഡ്ജർ, അതിന് എന്താ ചെയ്തേക്കുന്നത്? ക്രെഡിറ്റാ ചെയ്തേക്കുന്നത്. അപ്പൊ പേന എവിടെ വെക്കണം? ക്രെഡിറ്റ് സൈഡിൽ വെക്കണം. അവിടെ എന്തെന്ന് പറഞ്ഞ് എഴുതണം? അതല്ലാത്ത സാധനങ്ങൾ എഴുതണം. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഈ അക്കൗണ്ടിൽ 1,00,000 വന്നു, 1,00,000 പോയി. ഇപ്പൊ അക്കൗണ്ടിനകത്ത് മിച്ചമുണ്ടോ? ഇല്ല, സീറോ. അതായിരുന്നു എൻ്റെ ആഗ്രഹം. വന്ന പൈസ താൽക്കാലികമായി ഉണ്ടാക്കിയ ഒരു അക്കൗണ്ടാണ്. എനിക്ക് ആ ടോട്ടൽ കിട്ടാൻ വേണ്ടി. ടോട്ടൽ കിട്ടിയല്ലോ. ഇനി ടോട്ടൽ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടുന്ന് നേരെ എവിടെ കൊണ്ടുപോകണം? P&L. ശരി, P&L എനിക്ക് ലെഡ്ജറിൽ ജേണൽ പോസ്റ്റ് ചെയ്യണം. ആ വാക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. ജേണൽ എഴുതിയത് ലെഡ്ജറിലോട്ട് എഴുതുന്നതിനെയാണ് ലെഡ്ജർ പോസ്റ്റിംഗ് എന്ന് വിളിക്കുന്നത്. ഇതെനിക്കും അറിയത്തില്ലായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമേ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഇതെനിക്കും അറിയത്തില്ലായിരുന്നു. എനിക്ക് ഭയങ്കര കൺഫ്യൂസിങ്. കാരണം ഞാൻ ക്ലാസ് ഇരുന്നപ്പോഴത്തേക്ക്, ഞാൻ സയൻസ് ബാക്ക്ഗ്രൗണ്ട് അല്ലേ, ഞാൻ ക്ലാസ് ഇരുന്നപ്പോഴത്തേക്ക് സാർ ഇങ്ങനെ പറഞ്ഞു, അല്ല ലെഡ്ജറിൽ പോസ്റ്റ് ചെയ്യും. എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നെ സംബന്ധിച്ച് പോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, എനിക്ക് പേടിയാണ്. കാരണം കൊച്ചു പിള്ളേർ എൻ്റെ സൈഡിൽ ഇരിക്കുന്നത്. ഞാൻ ബാക്ക്ഗ്രൗണ്ട് സയൻസ് കൂടെ പഠിച്ചതിന് ശേഷം ഞാൻ വന്നത്. +1 +2 ശേഷം ഞാൻ BSc ട്രിപ്പിൾ മേജർ എടുത്തു, ഫിസിക്സ്, മാത്സ് ആൻഡ് ഇലക്ട്രോണിക്സ്. അതിനുശേഷം ഞാൻ പിന്നെ സിയിലേക്ക് വരുന്നത്. അപ്പോൾ എനിക്ക് ബേസിക്സ് പോലും എനിക്ക് അറിയത്തില്ല. അപ്പം ക്ലാസ്സിൽ ഇരുന്നിട്ട് എന്നോട് പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ എനിക്ക് പേടിയാണ് പിള്ളേരോട് ചോദിക്കാൻ. കാരണം നാണക്കേടല്ലേ, സീനിയർ ആയിട്ട് എനിക്ക് അറിയത്തില്ലല്ലോ. അപ്പോൾ ഞാൻ ഓർത്തു, ഐ എം എ സയൻസ് സ്റ്റുഡൻറ്റ്, എനിക്ക് ഉത്തരം കിട്ടണം. പോസ്റ്റ് ചെയ്യുക, കത്തുകളാണ് പോസ്റ്റ് ചെയ്യുന്നത്. ഞാനൊരു പുതിയ അക്കാഡമിയിൽ പഠിക്കാൻ വന്നു. അപ്പോൾ എന്തോ ഫോം ഞാൻ ഫില്ല് ചെയ്തിട്ടില്ല, സാർ അത് കണ്ടുപിടിച്ചു. അപ്പം ഞാൻ അടുത്തിരിക്കുന്ന പയ്യനോട് ചോദിച്ചു, എടാ ഇത് ഈ ലെഡ്ജർ എവിടെ മേടിക്കാൻ കിട്ടും? കാരണം ഇത് പോസ്റ്റ് ചെയ്തില്ലേ സാറിന്റെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക, ഇത് എവിടെ മേടിക്കാൻ കിട്ടും? ഞാൻ ഫില്ല് ചെയ്തിട്ട് അയക്കാന്ന് പറഞ്ഞു. ഇതായിരുന്നു എൻ്റെ അവസ്ഥ. ഭയങ്കര ശോകമായിരുന്നു എൻ്റെ അവസ്ഥ. അവിടുന്ന് ഞാൻ ഇന്ന് നിന്റെ ഫ്രണ്ടിൽ ഒരു CA ആയിട്ടാണ് ഇരിക്കുന്നത്, മനസ്സിലായോ? അതും ചുമ്മാ കിട്ടിയില്ല, നല്ലപോലെ പണിയെടുത്തിട്ടുണ്ടായത് തന്നെയാണ്. അപ്പം ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, ഇന്റൻഷൻ അതാ എനിക്ക് ഇമ്പോർട്ടന്റ്. എനിക്ക് ചുമ്മാ കാണാപ്പാഠം പഠിച്ചാൽ പോരാ, എന്തിന് ഞാൻ ചെയ്യുന്നു അതെനിക്ക് വ്യക്തമായിട്ട് അറിയണം. അപ്പൊ ഞാൻ ഇവിടെ എഴുതിയതിന് ഒരു വ്യക്തതയുണ്ട്. എനിക്ക് ഇവിടുന്ന് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യണം, ശരി, അവിടുന്ന് മാറ്റി. ഇനി അത് എങ്ങോട്ട് വേണം? P&L. അവിടെ റൂൾ ഓഫ് പോസ്റ്റിംഗ് ഉണ്ട്. പോസ്റ്റിംഗ് എന്താ? P&L വരയ്ക്കണം, വരച്ചു. അതിൽ ഏത് സൈഡിൽ എഴുതണം? P&L എന്ത് ചെയ്തു? ജേർണൽ ഡെബിറ്റ് ചെയ്തു. അപ്പൊ പേന ഇവിടെ വെക്കണം, ശരി. അവിടെ എന്ത് എഴുതണം? അതല്ലാത്ത ബാക്കി സാധനം എഴുതണം. എന്താ ബാക്കി സാധനം? 2,7. എത്ര എഴുതണ്ടേ? 1,00,000. എത്ര എഴുതണ്ടേ? 1,00,000. ഇങ്ങനെയാണ് ആ എക്സ്പെൻസുകൾ വരുന്നത്. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഇങ്ങനെ തന്നെ എഴുതിയാലേ ഇവിടുന്ന് പൈസ പോകത്തുള്ളൂ. പൈസ പോകാന്നല്ല, ഫിഗേഴ്സ് അവിടുന്ന് മൂവ് ചെയ്യത്തുള്ളൂ. അപ്പൊ ഓട്ടോമാറ്റിക്കലി ലെഡ്ജർ പോസ്റ്റ് വരുമ്പോൾ ഇവിടെ വരുത്തുള്ളൂ. ബിക്കോസ് വി ആർ ഫോളോയിങ് ദ റൂൾ. അതുകൊണ്ടാണ്, അത് അറിയാവുന്ന എനിക്ക്, അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഞാൻ തുടക്കത്തിൽ തന്നെ P&L എക്സ്പെൻസ് എന്ന് പറഞ്ഞ് എഴുതിയത്. എന്നിട്ട് ഞാൻ അവിടെ എക്സാമ്പിളിന് വേണ്ടി സാലറി 10,000 ടോട്ടൽ എന്ന് പറഞ്ഞ് എഴുതി വെച്ചു. ഇവിടെ ചുമ്മാതെ അല്ല വരുന്നത്. ഞാൻ ഈ ജേണൽ എഴുതി, ആ ജേണലിന്റെ പോസ്റ്റിംഗ് ചെയ്യുമ്പോൾ മാത്രമേ എനിക്ക് അവിടെ കിടക്കുന്ന ടോട്ടലായ 1,00,000 അവിടുന്ന് മാറി എവിടെ വന്ന് വീഴത്തുള്ളൂ? P&L. അത് ഏത് എക്സ്പെൻഡിച്ചർ ആയിക്കോട്ടെ, ഇങ്ങനെ സംഭവിക്കത്തുള്ളൂ. ഇതല്ല, വേറെ മാർഗ്ഗമില്ല. അതുകൊണ്ടാണ് എക്സ്പെൻസ് ഡെബിറ്റ് സൈഡിലാണ് നമുക്ക് കൃത്യമായി പറയാൻ പറ്റുന്നത്. ദാറ്റ് ഈസ് വിത്ത് എക്സ്പീരിയൻസ്. കാണാപ്പാഠം പഠിക്കേണ്ട കാര്യമല്ല. നിങ്ങളും ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഒരു പോയിന്റ് ആകുമ്പോൾ നിങ്ങളത് ഒബ്സർവേഷൻ ആയിട്ട് മനസ്സിലാക്കും. ആ ഒബ്സർവേഷൻ ആണ് അവിടെ ഞാൻ എഴുതി വെച്ചേക്കുന്നത്. അപ്പൊ എനിക്ക് ആഗ്രഹം എന്റെ എക്സ്പെൻഡിച്ചർ P&L വേണം. കാരണം വരവ് ചെലവുകൾ എഴുതിയാലേ ലാഭം നഷ്ടം കിട്ടത്തുള്ളൂ. ശരി സാർ, ഇപ്പോഴും കഥ കഴിഞ്ഞിട്ടില്ലോ? ഇല്ലടാ. ലാഭം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ വരവ് വേണം. വരവ് വല്ലതും ഉണ്ടോ? ഇല്ല, ചെലവ് മാത്രമേ ഉള്ളൂ. എത്ര ചെലവ്? 1,00,000 റുപ്പീസിന് ചെലവ്. ലാഭമാണോ നഷ്ടമാണോ? ഇപ്പൊ നഷ്ടമാണ് സാറേ. എത്രയുടെ നഷ്ടം? നെറ്റ് ലോസ് 1,00,000. സാർ, ഈ നഷ്ടം ആരാ സഹിക്കണ്ടേ? ബിസിനസിന്റെ ഓണർ തന്നെ സഹിക്കണം. നഷ്ടം അവനും ലാഭം അവനും. ബിസിനസ് എന്ന് പറഞ്ഞാൽ ജീവനുള്ള സാധനമല്ലല്ലോ. അപ്പൊ ബിസിനസ് നോക്കുമ്പോൾ ബിസിനസിന്റെ കണക്കില് ഒരാൾക്ക് 5,00,000 രൂപ, ഒരാൾക്കല്ല, ഓണറിന് 5,00,000 രൂപ തിരിച്ചു കൊടുക്കാനായിട്ടുണ്ട്. നഷ്ടം ആ ഓണർ എത്ര സഹിക്കണം? 1,00,000. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരിക്കലും 5,00,000 രൂപ തിരിച്ചു കൊടുക്കൂല. ലോസ് അവൻ സഹിക്കണം. ആ ലോസ് സഹിച്ചു കഴിയുമ്പം ഇനി ഞാൻ അവൻ എത്ര തിരിച്ചു കൊടുക്കത്തുള്ളൂ? 4,00,000. ഇപ്പൊ നിങ്ങൾ നോക്കുക, ബാലൻസ് ഷീറ്റ് ടാലി ആണോ? ഇപ്പൊ ടാലി ആണോ? ഇപ്പോഴും കഥ പൂർത്തിയായിട്ടില്ല. ഞാൻ ബേസിക്സിന് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കി വരുന്നേ ഉള്ളൂ. പൂർണ്ണമായിട്ടായിട്ടില്ല. അപ്പം
ഇതൊക്കെ ഞാൻ നിങ്ങളെ ആ ഒരു ഓവറോൾ പിക്ചർ ഒന്ന് കാണിച്ചു തരിക. അതിനുശേഷം നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ജേർണൽസ് എഴുതാൻ എക്സ്പെർട്ട് ആവാൻ പഠിക്കും. അതിനുശേഷം ഈ ജേർണൽസ് നമ്മൾ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ എക്സ്പെർട്ട് ആവാൻ പഠിക്കും. ഇപ്പൊ ഞാൻ ജസ്റ്റ് ആ ഓവറോൾ കഥ എങ്ങനെ നടക്കാൻ പോകുന്നതിന്റെ ഒരു ഇനീഷ്യൽ ഡിസ്കഷൻ മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ബാലൻസ് ഷീറ്റിനകത്ത് 4 ലക്ഷം എന്ന് പറഞ്ഞു വന്നു, ക്യാഷ് 4 ലാക്ക്. കുഴപ്പമൊന്നുമില്ലല്ലോ. ശരി, അപ്പൊ നമുക്ക് നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകാം. ഇപ്പൊ ഞാൻ നോക്കുമ്പോഴത്തേക്ക് എൻ്റെ കയ്യിൽ ക്യാഷ് ബാലൻസ് 4 ലക്ഷം ഉണ്ട്. ഒരു മെഷീൻ മേടിക്കാൻ ഒരു ആഗ്രഹം, കാരണം എൻ്റെ ബിസിനസ് എനിക്കൊരു മെഷീൻ വേണം. മെഷീൻ നിങ്ങൾക്ക് അറിയാം, അസറ്റ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടുള്ള ആൾക്കാരാണ്. അപ്പം ആ പറയുന്ന പോയിന്റ് ഒക്കെ എഴുതണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, ഒരു മെഷീൻ എന്ന് പറഞ്ഞ സാധനം അസറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനും ജേർണൽ എൻട്രി എഴുതണം, ചുമ്മാതെ വരില്ല. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ ഇതിനകത്ത് നടക്കാനായിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇത് സംഭവിക്കാൻ പോകുന്നത്. അടുത്തത് നമുക്ക് മറ്റൊരു പോയിന്റിലേക്ക് പോകാം. ഓക്കെ,